89.6 FM Sargakshetra SK Hotspot. സർഗക്ഷേത്ര 89.6 FM SK ഹോട്ട്സ്പോട്ട് ആണ്. കൂടെയുള്ളത് ജോ ആണ്. നമ്മുടെ കൂടെ ഇതൊരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. ആക്ച്വലി ഈ ഒരു ഗസ്റ്റിനെ ഒന്ന് കയ്യിൽ കിട്ടാനായിട്ട് കുറച്ച് ഞാനൊന്ന് പുറകെ നടന്നു. ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെ തന്നെ ഈ വ്യക്തിയെ ഇന്ന് കിട്ടാനായിട്ട് ഇതാണ് സമയം, ഇത് മാത്രമാണ് സമയം. എന്നാലും നമ്മുടെ കൂടെയുള്ള ആ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് നമുക്കൊക്കെ ഒരുപാട് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. പറയുവാണെങ്കിൽ 45-ലധികം വർഷമായിട്ട് സ്വരമാധുര്യം കൊണ്ട് നമ്മളെയൊക്കെ ഫാനാക്കി മാറ്റിയ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് മാത്രമല്ല, കാവ്യ മാധവൻ, ശാലിനി, റോമ, നയൻതാര, മഞ്ജു വാര്യർ തുടങ്ങിയ നടിമാർക്ക് ശബ്ദം പകർന്ന് നമ്മളെയൊക്കെ വിസ്മയിപ്പിച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആൻഡ് ആക്ട്രസ് കൂടിയായിട്ടുള്ള ശ്രീജ രവിയാണ് നമ്മുടെ കൂടെ ഇന്നുള്ളത്. ശ്രീജ ചേച്ചി, നമസ്കാരം ആൻഡ് വെൽക്കം ടു ദ ഷോ. നമസ്കാരം. ഭയങ്കര ഇൻട്രൊഡക്ഷൻ ആയിപ്പോയല്ലോ. ചേച്ചിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഇതൊക്കെ പറയും. ഇത് മാത്രമല്ല, ഇതിൽ കൂടുതൽ വേണം. ഞാൻ മറ്റേ പൊക്കി പറയുമല്ല, അല്ലെങ്കിൽ ഞാൻ എക്സാജറേറ്റ് ചെയ്തു പറയല്ല. കാരണം പണ്ട് മുതലേ നമ്മൾ ഈ ഒരു ശബ്ദം എന്ന് പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ ഇതാരപ്പാ എന്നിങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. പിന്നീടാണ് മനസ്സിലായത് ഇതാണ് ആ വ്യക്തി എന്നുള്ളത്. അപ്പം ചേച്ചിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം നമുക്ക് ഫെഫ്കാടെ ഒരു ഡബ്ബിംഗ് ഓഡീഷൻ നടന്നിട്ടുണ്ടായിരുന്നു ചേച്ചി. അപ്പം ഞാനും ഒരു ചെറിയ ആപ്ലിക്കേഷനൊക്കെ കൊടുത്തു, സെലക്റ്റായി. അപ്പം ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫംഗ്ഷൻ സ്ഥലത്ത് നമ്മൾ ചെന്നു. അപ്പം ഭാഗ്യലക്ഷ്മി ചേച്ചി ഉണ്ടായിരുന്നു, ദേവി ചേച്ചി ഉണ്ടായിരുന്നു, അവരൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പം ഭാഗ്യലക്ഷ്മി ചേച്ചി നമ്മളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പറഞ്ഞാണ് ആളൊരു പുസ്തകം എഴുതുന്നുണ്ട്. അപ്പോഴാണ് പുള്ളിക്കാരത്തേക്ക് മനസ്സിലായത് എന്നെക്കാളും കൂടുതൽ സിനിമകളിൽ ഡബ് ചെയ്തിട്ടുള്ള വ്യക്തികളാണ് നമ്മുടെ ആനന്ദവല്ലി ചേച്ചി, അതിനുശേഷം ശ്രീജ രവി എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് അത്രയും 45-ലധികം വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ചേച്ചീനെ ഏറ്റവും സ്നേഹത്തോടു കൂടെ നമ്മുടെ ഈ ഒരു SK ഹോട്ട്സ്പോട്ട് എന്ന ഷോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുവാണ്. താങ്ക് യു സോ മച്ച്. പിന്നെ അതിൽ തന്നെ ഒരു സോറി പറയട്ടെ, ഞാൻ ഒരുപാട് ജോൽസിനെ കൊണ്ട് വെയിറ്റ് ചെയ്യിപ്പിച്ചു. എനിക്ക് പറ്റാത്തോണ്ടായിരുന്നു, അതുകൊണ്ട് ഒന്നും വിചാരിക്കരുത്. ഇല്ല, ഒരിക്കലും ഇല്ല. താങ്ക് യു സോ മച്ച് മോളെ. ഓക്കെ ചേച്ചി, അപ്പൊ എന്തായാലും നമുക്ക് ആദ്യമേ തന്നെ കേൾക്കേണ്ടത് ചേച്ചിയുടെ വീരധീര സൂരൻ വിശേഷങ്ങളിലേക്കാണ്. അതിനു മുന്നേ എന്തൊക്കെയുണ്ട് ഇപ്പോഴത്തെ പൊതുവിലത്തെ വിശേഷം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്? പുതിയ വിശേഷങ്ങൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ ഡബിങ്ങും കാര്യമായിട്ട് നടക്കാണ്. തമിഴാണ് കൂടുതൽ, മലയാളം ഒന്നും ഭരതനാട്യത്തിന് ശേഷം പിന്നെ മലയാളം ഒന്നും ചെയ്തിട്ടില്ല. തമിഴ് ഒരു 5-6 പടം റിലീസ് ആവാനുണ്ട്. ഭരതനാട്യം ആക്ച്വലി ഞാൻ ആ സിനിമ കണ്ടായിരുന്നേ. ആക്ച്വലി അത് തിയേറ്ററിക്കലി ഭയങ്കര ഒരു സ്വീകാര്യത കിട്ടിയില്ലെങ്കിലും OTTയിൽ അത് പിന്നെയും കുറെ കൂടെ ആളുകൾ കണ്ടു. ഭയങ്കര നല്ലൊരു സിനിമ തന്നെയാണ്. ഞാനത് പലപ്പോഴും നമ്മുടെ റേഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. നല്ല കഥയുള്ള ഒരു സിനിമ, ഭയങ്കരമായിട്ട് നമുക്ക് കണ്ടിരിക്കാനായിട്ട് പറ്റുന്ന ഒരു സിനിമ. എന്തായാലും ചേച്ചിയുടെ സിനിമാ വിശേഷങ്ങളിലേക്കും ഡബ്ബിംഗ് വിശേഷങ്ങളിലേക്കുമൊക്കെ നമ്മൾ വരുന്നതായിരിക്കും. സോ കേൾക്കാം. നമ്മുടെ കൂടെ ഇന്നുള്ളത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആൻഡ് ആക്ട്രസ് ശ്രീജ രവിയാണ്. ചേച്ചിയുടെ വിശേഷങ്ങൾ ഓരോന്നോരോന്നായിട്ട് കേൾക്കാം നമ്മുടെ സ്വന്തം SK ഹോട്ട്സ്പോട്ടിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM Sargakshetra SK Hotspot. സർഗക്ഷേത്ര 89.6 FM SK ഹോട്ട്സ്പോട്ട് ആണ്. കൂടെയുള്ളത് ജോ ആണ്. നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ശ്രീജ രവി, ദ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആൻഡ് ആക്ട്രസ്. ഒരുപാട് സിനിമകൾ മലയാളത്തിലായിക്കോട്ടെ തമിഴിലായിക്കോട്ടെ അഭിനയിച്ചും, അതുപോലെ തന്നെ അഭിനയിച്ചവർക്ക് ശബ്ദം പകർന്നും നമ്മുടെയൊക്കെ പ്രിയങ്കരിയായിട്ടുള്ള ശ്രീജ ചേച്ചിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ശ്രീജ ചേച്ചി, ഏറ്റവും പുതിയ വിശേഷം വീരധീര സൂരൻ എന്നുള്ള സിനിമയാണ്. അതിലെ നമ്മുടെ വിക്രമിന്റെ അമ്മയായിട്ട് തകർപ്പൻ പെർഫോമൻസ് ആയിരുന്നു. അതിന്റെ വീരധീര സൂരനിലെ വിശേഷങ്ങൾ ഒന്ന് പറയാവോ? അത് ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, വിക്രമിന്റെ അമ്മയാണോ അല്ലെങ്കിൽ തുഷാരയുടെ അമ്മയാണോ എന്ന് പലർക്കും ഒരു സംശയം അല്ലേ? സംശയമുണ്ട്. പക്ഷെ ശരിക്കും തുഷാരയുടെ അമ്മയാണ് ഞാൻ ആ പടത്തില്. അതാന്ന് തോന്നുന്നു, ഞാനും പെട്ടെന്ന് വിക്രമിന്റെ അമ്മയാന്ന് വിചാരിച്ചു. വിക്രമിന്റെ അമ്മായി അമ്മയാണ് ശരിക്കും. പക്ഷെ അവര് അമ്മ പോലെ തന്നെയാണ്. ഞാൻ 2-3 ഇന്റർവ്യൂസിന് പോയപ്പോ എല്ലാരും ചോദിച്ചു, നിങ്ങൾ വിക്രമിന്റെ അമ്മയാണോ അല്ലെങ്കിൽ തുഷാരയുടെ അമ്മയാണോ? ഞാൻ പറഞ്ഞു രണ്ടും ഒന്നല്ലേ, എന്റെ മരുമോനാണെങ്കിൽ എന്റെ മോനല്ലേ അത്. അങ്ങനെ ഒരു നല്ലൊരു കുറെ നാളുകൾക്ക് ശേഷം ഒരു വലിയ ആക്ടറുടെ കൂടെ അഭിനയിക്കുമ്പോൾ, ഞാൻ ഇതിനിടയിൽ കുഞ്ഞു കുറെ പടങ്ങൾ അഭിനയിച്ചു തമിഴില്. പക്ഷെ അതൊന്നും അത്ര എക്സ്പോഷർ കിട്ടിയില്ല. കാരണം നമുക്കറിയാലോ, തിയേറ്ററിൽ എത്തുമ്പോ അതിന്റെ ഒക്കെ ആയുസ് വളരെ കുറവാണ്. അപ്പൊ ഇത് ഇങ്ങനെ ഒരു ആക്ടറുടെ കൂടെ അഭിനയിച്ചപ്പോ കുറച്ച് അതിൽ ഉള്ളതെങ്കിലും അത് റീച്ചായി. അത് കൊണ്ട് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു സംഭവമാണ്. താങ്ക്സ് ടു ദ ഡയറക്ടർ അരുൺ.
പിന്നെ വിക്രമായാലും തുഷാരയാണെങ്കിൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു എനിക്ക്. ഭയങ്കര ഒരു എന്താ പറയാ, നമ്മൾ ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ട് ഒരു ആക്ട്രസ് ആവുമ്പോൾ നമുക്ക് കുറച്ചൊരു ഔട്ട് ഓഫ് പ്ലേസ് ഫീൽ ചെയ്യുമല്ലോ. പക്ഷെ ഇത് അതൊന്നും ഇല്ലാതെ ഭയങ്കര അക്സെപ്റ്റൻസും എന്നോട് ഭയങ്കര സ്നേഹവും. പിന്നെ വിക്രം നേരത്തെ എനിക്ക് പരിചയം ഉണ്ടായിരുന്നു, എന്നാലും കുറെ ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് പോലും ഭയങ്കര ഒരു സപ്പോർട്ടീവ് ആയിരുന്നു, സ്നേഹമായിരുന്നു. അപ്പൊ അതൊക്കെയാണല്ലോ നമുക്ക് ഒരു അവിടെ വിൽ ഫീൽ അറ്റ് ഹോം. നോ, വിക്രം സാറൊക്കെ ഒരു ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു ഹീറോ ആണെങ്കിലും, ഒരു ആക്ടർ സ്റ്റാർ ആണെങ്കിലും, അവിടെ സാധാരണ ആ കാളി എന്ന് പറയുന്ന കഥാപാത്രം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഫ്രോം ദ സ്റ്റാർട്ട് ടു ദി എൻഡ്. അല്ലാതെ ഒരു ഹീറോയുടെ ഒരു പ്രിവിലേജോ ഒന്നും എടുക്കാതെ ആയിരുന്നു അദ്ദേഹം ആ സെറ്റില് ഞാൻ കണ്ടത്. സോ നൈസ്. അതൊക്കെ ഭയങ്കര നമുക്ക് ഒരു പാഠം പഠിക്കാനുള്ള ഒരു സംഭവം കൂടെ ഉണ്ടല്ലോ അതില്, ഒരു സാധാരണ മനുഷ്യ സ്ത്രീ ആയതോടെ. യെസ്, അങ്ങനെ നമ്മൾ വീരധീര സൂരൻ എല്ലാവരും കാണണം എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ അറിയിക്കുകയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളുമൊക്കെ അതിനകത്തുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമ. SU അരുൺകുമാർ സാറ് ഡയറക്റ്റ് ചെയ്ത പടം. SJ സൂര്യ, തുഷാര തുടങ്ങിയവരൊക്കെയാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളൊരു. മാത്രമല്ല നമ്മുടെ സുരാജിന്റെ സത്യം അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. നമ്മൾ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. ആൻഡ് സുരാജ് ഏട്ടൻ അതുപോലെ തന്നെ വിക്രം സാറ് എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അത് വമ്പൻ തരംഗമായി മാറിയിട്ടുണ്ടായിരുന്നു. സുരാജ് ഏട്ടൻ മൊത്തത്തിൽ അങ്ങ് പിടിച്ചടക്കി എന്നുള്ളൊരു മോഡിലായിരുന്നു. അത് എന്തായാലും സുരാജ് ഏട്ടനെ മെൻഷൻ ചെയ്തുകൊണ്ട് എന്തായാലും ചേച്ചിക്ക് ഞാനിപ്പം വീരധീര സൂര്യനിലെ ഒരു അടിപൊളി പാട്ട് ശ്രീജ ചേച്ചിക്കും ആ ടീം മെമ്പേഴ്സിന് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ആ പാട്ട് തന്നെയാണ് പ്ലേ ചെയ്യാനായിട്ട് പോകുന്നത്. ഹാപ്പി അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങള് ചേച്ചിയിൽ നിന്ന് ഇനിയും ചുരണ്ടി എടുക്കാനായിട്ട് ഞാനിവിടെ റെഡിയാണ്. ഓക്കെ, കേൾക്കാം SK ഹോട്ട്സ്പോട്ടിലൂടെ. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. സർഗക്ഷേത്ര 89.6 FM-ൽ SK ഹോട്ട്സ്പോട്ട് ആണ്. നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ശ്രീജ രവി, ദ ഡബിംഗ് ആർട്ടിസ്റ്റ് ആൻഡ് ആക്ട്രസ്. 4 കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് വിൻ ചെയ്ത ഒരു ഡബിംഗ് ആർട്ടിസ്റ്റ്. 4 തവണയും കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഡബിംഗ് ആർട്ടിസ്റ്റ് എന്ന തസ്തികയിൽ വിൻ ചെയ്യുന്നു. തമിഴ്നാട് സ്റ്റേറ്റ് ഫിലിം അവാർഡ് വിൻ ചെയ്ത ഡബിംഗ് ആർട്ടിസ്റ്റ്. ചേച്ചി, അവാർഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ചേച്ചിയുടെ ശബ്ദം ഞങ്ങളുടെയൊക്കെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നുണ്ട്. അതുപോലെയൊക്കെ ഞങ്ങളുടെ നെഞ്ചിൽ എന്തെങ്കിലും തുളച്ചു കയറിയിട്ടുള്ള ശബ്ദത്തോട് സംസാരിക്കാനായിട്ട് സാധിച്ചതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആക്ച്വലി കേട്ടോ. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. എന്നാലും പിന്നെ ജോന്റെ ശബ്ദവും സംസാരവും കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷവും, ജോന്റെ ശബ്ദത്തിൽ തന്നെ ആ ഒരു എക്സൈറ്റ്മെന്റും സന്തോഷവും ആ ഒരു സിൻസിയറിറ്റിയും എല്ലാം ഉണ്ട്. ഐ എം സോ ഹാപ്പി. നല്ല ആർട്ടിസ്റ്റും ആകാം കേട്ടോ നിങ്ങൾക്കും. താങ്ക് യു ചേച്ചി. വെരി സ്വീറ്റ് വോയിസ്, അല്ല നല്ല റെൻഡറിങ്ങും ആണ്. ഇതൊക്കെ എല്ലാവർക്കും കിട്ടുന്ന ഒരു അനുഗ്രഹമല്ല. യു സോ സ്വീറ്റ്. എനിക്ക് കേട്ടോണ്ടിങ്ങനെ ഇരിക്കാൻ പറയാൻ തോന്നുന്നില്ല. അയ്യോ, സന്തോഷം, ഒരുപാട് സന്തോഷം. ചേച്ചിയിലെ ശബ്ദം കേൾക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ശബ്ദം ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേർക്ക്, അല്ലെങ്കിൽ ഒരുപാട് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്, തമിഴ്നാട് സ്റ്റേറ്റ് ഫിലിം അവാർഡ്, അതൊക്കെ ചേച്ചിയുടെ ആ ഓരോ പ്രകടനത്തിനും അല്ലെങ്കിൽ പെർഫോമൻസിനും അവാർഡ് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ സ്റ്റിൽ ചേച്ചി അഭിനയിക്കുന്നു, ഡബിംഗ് ആർട്ടിസ്റ്റ് ആൻഡ് ആക്ട്രസ് എന്ന രീതിയിൽ അറിയപ്പെടുന്നു. ഇതിൻ്റെയൊക്കെ ഒന്ന് പിറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കുവാണെങ്കിൽ ഇതിൻ്റെയൊക്കെ തുടക്കം ഒന്ന് ചേച്ചി ഒന്ന് പറയാമോ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട്? തുടക്കം എന്ന് പറഞ്ഞാൽ 1973 ഞാൻ ബേബി ആർട്ടിസ്റ്റ് ആയിട്ട്, അതിൽ ഈ പറഞ്ഞ പോലെ ഭാഗ്യലക്ഷ്മി ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. മനസ്സ് എന്ന് പറഞ്ഞ ഒരു പടമാണ്. അതിൽ എന്റെ ഏറ്റവും ഇളയ ആങ്ങള ജ്യോതിഷ് കുമാറും ഉണ്ടായിരുന്നു ബേബി ആർട്ടിസ്റ്റ്. ഓങ്ങലാണെന്ന് തോന്നുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ പങ്കെടുത്തത്. അതായിരുന്നു തുടക്കം. പിന്നെ ഒരു 5-8 മലയാള പടത്തിലും, പിന്നെ രാത്രിയിലെ യാത്രക്കാർ, പെണ്ണായി പിറന്നാൽ, ഈ യുഗം, അങ്ങനെ കുറച്ച് മലയാള ഫിലിംസിൽ അഭിനയിച്ചു. പിന്നെ 1975 ആദ്യമായിട്ട് ഉത്തരായണം എന്ന ഫിലിമിൽ അരവിന്ദൻ സാറിന്റെ പടത്തില് വെറുതെ ഒരു ക്രൗഡ് വോയിസിന് വേണ്ടി ഞാനും ഈ പറഞ്ഞ ആങ്ങളെ ജ്യോതിഷ് കുമാറും പിന്നെ എന്റെ മൂത്ത ബ്രദർ റസീഖ് ലാൽ എന്ന ചേട്ടനും കൂടെ ഞങ്ങൾ അതിൽ പങ്കെടുത്തത്. അപ്പൊ ഇതിനെല്ലാം കാരണമായത് എന്റെ അമ്മയാണ്. കണ്ണൂർ നാരായണി എന്ന അമ്മയുടെ പേര്. അമ്മ ആർട്ടിസ്റ്റും ഡബിംഗ് ആർട്ടിസ്റ്റും ആയിരുന്നു. അപ്പോ അച്ഛന്റെ മരണശേഷം ഡബിങ്ങിന്റെ അവസരവും അഭിനയത്തിന്റെ അവസരവും ഒക്കെ തേടിയായിരുന്നു ഞങ്ങള് ചെന്നൈയിലേക്ക് അമ്മ ഞങ്ങളെ കൂട്ടിയിട്ട് വന്നത്. അപ്പൊ അങ്ങനെ നാരായണി ചേച്ചിയുടെ മോള് ഉണ്ട്, ചെറിയ കുട്ടികൾക്കൊക്കെ ഡബ് ചെയ്യാന്നുള്ള അങ്ങനെ ആ രീതിയിലായിരുന്നു എന്റെ എൻട്രി.
അങ്ങനെയാണ് ഡബിങ് തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞില്ലേ 1975 ആ ഒരു ക്രൗഡ് ഡബിങ് തുടങ്ങി. അങ്ങനെ ക്രൗഡ് ബിറ്റ് വോയിസ്, ചെറിയ ചെറിയ കുട്ടികൾക്ക് വോയിസ് അങ്ങനെ കൊടുത്ത് അപ്പോഴാണ് ബേബി ശാലിനി, പിന്നെ ശ്യാമിലി, ചെറിയ കുട്ടികൾക്ക്, പിന്നെ അതായത് മാസ്റ്റർ വിമൽ, മാസ്റ്റർ പ്രശോഭ്, അഞ്ജു, ബേബി ചൈതന്യ, ഇങ്ങനെ കുറെ മക്കൾക്ക് ആ സമയത്ത് ഡബ് ചെയ്യാൻ പറ്റി. പിന്നെ 1983 തോന്നുന്നു കാറ്റത്തെ കിളിക്കൂട് ഫസ്റ്റ് മലയാള ഫിലിമിൽ ഹീറോയിനെ ഡബ് ചെയ്യുന്നത് രേവതിക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഇതിന്റെ കൂട്ടത്തില് സൈമൾട്ടേനിയസ് ആയിട്ട് ഇവിടെ ആയതുകൊണ്ട് തമിഴ് ഫിലിംസും അങ്ങനെ കുറച്ച് ചെയ്തു തുടങ്ങി. അങ്ങനെയാണ് ഇതിലേക്കുള്ള തുടക്കം. പിന്നെ രേവതിക്ക് ഡബ് ചെയ്തതിനു ശേഷം ഒരുപാട് ടീനേജ് ഹീറോയിൻസിന്, രോഹിണി, രഞ്ജിത, പിന്നെ മാധു, ചാർമിള, സുനിത, അങ്ങനെ ഒരു ലിസ്റ്റ് അങ്ങനെ പോകുന്നു. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നേ, ടീനേജിന് ശബ്ദം കൊടുക്കുന്നു പറഞ്ഞു. ആ ഒരു ടീനേജ് ഗ്രൂപ്പ് ഉള്ളവർക്ക് തന്നെ, അല്ലെങ്കിൽ ഇപ്പം വേറെ മുഖങ്ങളൊക്കെ വരുവാണെങ്കിൽ തന്നെ നമുക്ക് ആ സൗണ്ട് ഇതിന് വരുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ നമ്മൾ വിചാരിച്ചു പോകും. ശ്രീജ ചേച്ചിയുടെ സൗണ്ട് ഇവിടെ വരുമായിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നേനെ എന്നൊക്കെ നമ്മൾ എപ്പോഴോ ഇങ്ങനെ മനസ്സിൽ, കാരണം നമുക്കത് ഇൻബിൽട്ട് ആയി പോയി നമ്മുടെ മനസ്സിനുള്ളിലെ ഈ ഒരു ശബ്ദം, ദിസ് ഈസ് ദ പെർഫെക്റ്റ് എന്നുള്ളൊരു രീതിയിൽ അങ്ങ് പോയി. അതുപോലെ നമ്മുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെ നമ്മൾ നിലകൊള്ളുന്ന ഒരു ശബ്ദത്തിന്റെ ഉടമ ശ്രീജ ചേച്ചി, അല്ലെങ്കിൽ ശ്രീജ രവി എന്ന ഡബിംഗ് ആർട്ടിസ്റ്റ് ആൻഡ് ആക്ട്രസ് ആണ് നമ്മുടെ കൂടെ ഇന്ന് SK ഹോട്ട്സ്പോട്ടിലുള്ളത്. ചേച്ചിയുടെ വിശേഷങ്ങൾ, ഡബിംഗ് വിശേഷങ്ങൾ, സിനിമാ വിശേഷങ്ങളൊക്കെ നമുക്ക് കേൾക്കാം സർഗക്ഷേത്ര 89.6 FM-ലൂടെ. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. സർഗക്ഷേത്ര 89.6 FM-ൽ SK ഹോട്ട്സ്പോട്ട് ആണ് നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡബിംഗ് ആർട്ടിസ്റ്റ് ആൻഡ് ആക്ടർ ശ്രീജ രവി. 45-ലധികം വർഷമായി സ്വരമാധുര്യം കൊണ്ട് നമ്മുടെയൊക്കെ നെഞ്ചിൽ ഇങ്ങനെ കുടികൊള്ളുന്ന ആ ഒരു ശബ്ദമാണ് നമ്മുടെ കൂടെ എന്നുള്ളത്. ശ്രീജ ചേച്ചി, ഈ ഒരു സംഭവം ഞാൻ മാത്രമല്ല പറയുന്നത്, ഒരുപാട് പേര് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു സ്പെഷ്യൽ ഒരു സെഗ്മെന്റ് ഉണ്ട്, ഡിയർ ആൻഡ് നിയർ എന്നുള്ളതാണ് ഈ ഒരു സെഗ്മെന്റിന്റെ പേര്. ശ്രീജ ചേച്ചിയോട് ഒരാൾ ഒരു ചോദ്യം ചോദിക്കുന്നു, ശ്രീ ചേച്ചി അയാളോടാണ് ക്വസ്റ്റ്യൻ ഉത്തരം പറയേണ്ടത്. ഓക്കെ? ശ്രീ ചേച്ചിയുടെ ഒരു ഫാനാണ്. ഞാനത് കേൾപ്പിക്കാവേ, ശബ്ദം കേൾപ്പിക്കാം. സർപ്രൈസ് ആണല്ലോ. ഡിയർ ആൻഡ് നിയർ. ഹായ് ശ്രീജ ചേച്ചി, ജിൻസിലാണ് FFKയിലെ. സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിതാ ഇപ്പം ഇന്നലെ ചേച്ചി അഭിനയിച്ചിട്ടുള്ള ആ തമിഴ് മൂവി കണ്ടതേ ഉള്ളൂ. ഞാൻ ഈ സെഗ്മെന്റിൽ ഒരു ചോദ്യം ചോദിക്കാമെന്ന് വിചാരിക്കുന്നത്, കാരണം 40 വർഷത്തിലധികമായിട്ട് നമ്മുടെയൊക്കെ ഇടയിലേക്ക് വിവിധ ക്യാരക്ടേഴ്സിന് ശബ്ദം കൊടുത്തിട്ടുള്ള ശബ്ദ സാന്നിധ്യമാണല്ലോ ചേച്ചി. ചേച്ചി ഈ ഇടയായിട്ടാണ് എനിക്ക് തോന്നുന്നത് മലയാളത്തിലും തമിഴിലുമായിട്ട് അഭിനയത്തിലേക്കും സജീവമായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് മലയാളികൾക്ക്, മലയാളത്തിലെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിനെല്ലാം ശബ്ദം കൊടുത്ത്, പ്രത്യേകിച്ച് കാവ്യമാധവൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കൊക്കെ ശബ്ദം കൊടുത്ത് ആ ശബ്ദം മലയാളികൾക്ക് അത്രയും സുപരിചിതമാണ്. മലയാളത്തിൽ ഇപ്പോൾ കഠിന കടോരം, എണ്ടകടാഹം, അതിലൊക്കെ വളരെ മനോഹരമായ ക്യാരക്ടറല്ലേ ചെയ്തിട്ടുള്ളത്. വരനെ ആവശ്യമുണ്ട്, അതിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായില്ല. അപ്പം ഇങ്ങനൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ആ ക്യാരക്ടറിന് തന്നെ ശബ്ദം കൊടുക്കുമ്പോൾ എന്തായിരുന്നു എക്സ്പീരിയൻസ്? അതൊന്ന് ഷെയർ ചെയ്യോ? ജിൻസിൽ നമസ്കാരം, താങ്ക് യു ഫോർ ദി ക്വസ്റ്റ്യൻ. എന്തായാലും പടം കണ്ടതെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം. പിന്നെ എന്റെ ശബ്ദം എനിക്ക് തന്നെ കൊടുക്കുമ്പോൾ ഡയറക്ടേഴ്സ് അനൂപ്, വരനെ ആവശ്യമുണ്ട് എന്ന ഫിലിമിലെ ഡയറക്ടർ അനൂപ് സത്യൻ ആദ്യം തന്നെ പറഞ്ഞത്, ചേച്ചി കാവ്യമാധവൻ വരരുത്, നല്ല ബേസില് മാറ്റി പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്തത്. ഞാനും കുറച്ച് ബേസൊക്കെ ഇട്ട് മാക്സിമം ട്രൈ ചെയ്തിട്ടാണ് ഡബ് ചെയ്തത്. പക്ഷെ ഡയറക്ടർക്കൊക്കെ ഓക്കെയാണ്. സോഷ്യൽ മീഡിയയിൽ കുറച്ച് കമന്റ്സ് ഒക്കെ നെഗറ്റീവായിട്ട് വന്നിരുന്നു. എന്തിനാണ് കാവ്യമാധവന്റെ ഡബിംഗ് ആർട്ടിസ്റ്റിനെ കൊണ്ട് ഇവർക്ക് ഡബ് ചെയ്യിപ്പിച്ചത്, പിന്നെ എന്തിനാണ് ഈ വയസ്സായ ഈ അമ്പച്ചിക്ക് എന്തിനാണ് ഇത്ര ചെറിയ വോയിസ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ കേട്ടിരുന്നു. അപ്പോ കഠിന കടോരത്തിൽ അങ്ങനെ എനിക്ക് തോന്നിയില്ല. പക്ഷെ എന്നാലും റിവ്യൂസ് ചെയ്യുന്നവര് പറയാറുണ്ട്, ഇങ്ങനെ അത് വേറെ ആളെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. അതാണ് അതിൽ എനിക്കൊരു സങ്കടമുണ്ട്. കാരണം ഇത്രയും പേർക്ക് ഇതുവരെ ഡബ് ചെയ്തിട്ട് പിന്നെ എനിക്ക് എന്റെ ശബ്ദം കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ വലിയ സങ്കടമല്ലേ. അപ്പൊ അതന്നെ ഞാൻ മാക്സിമം തമിഴിൽ ആ പ്രശ്നമല്ല. തമിഴിൽ ഇന്ന് വരെ തമിഴിൽ ഞാൻ ശാലിനിക്കും, ദേവയാനിക്കും, സുവലക്ഷ്മിക്കും, ലൈലയ്ക്കും എല്ലാവർക്കും ഡബ് ചെയ്തിട്ടുണ്ട്. 500 ഫിലിംസിൽ ഏറെ തമിഴിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആരും അങ്ങനെ റെഫർ ചെയ്തിട്ടോ ഒന്നുമില്ല. എവറിബഡി ഈസ് ഓക്കെ വിത്ത് ദാറ്റ്.
എന്റെ ശബ്ദം തന്നെ അക്സെപ്റ്റ് ചെയ്തതാണ്. മലയാളത്തിൽ വരുമ്പോഴാണ് കൂടുതൽ അതൊരു എല്ലാവരും കുറച്ചുപേര് അത് നോട്ട് ചെയ്തിട്ട് എന്നെ വല്ലാതെ എന്താ പറയാ ടെൻഷൻ അടുപ്പിക്കുന്നുണ്ട്. പക്ഷെ എന്തേലും എനിക്ക് എന്റെ ശബ്ദം കൊടുക്കാൻ എല്ലാരും സമ്മതിക്കണേന്ന്, ഞാൻ അംഗീകരിക്കണേന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണെന്നു. ഞങ്ങളത് അപ്രൂവൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നേ, ഇപ്പം ചേച്ചി അഭിനയിച്ച സിനിമകൾ നോക്കുവാണെങ്കിൽ പായും പുലി എന്ന സിനിമയ്ക്ക് വിശാൽ സാറിന് അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കാളി ഈ സിനിമയിൽ വിജയ് ആന്റണി സാറിന് അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഡോക്ടറിൽ SK അമ്മ ശിവകാർത്തികന്റെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം വീരധീര സൂര്യനാഥാണെങ്കിൽ ദുഷാരയുടെ അമ്മയായിട്ട്. നമ്മൾ മലയാളത്തിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ കുക്കർ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കും ഉണ്ട് കുക്കർ അമ്മയായിട്ട്. ഭരതനാട്യത്തിനകത്ത് അവരുടെ അമ്മയാണെങ്കിലും പക്ഷെ നമുക്ക് എപ്പോഴും കുക്കറമ്മ നമ്മളൊരു സ്പെഷ്യൽ ഒരു ക്യാരക്ടറാണ്. അത് ഭയങ്കര എന്താ പറയാ, ഒരു സിൻസിയറിറ്റി ഉള്ള ഒരു സ്ത്രീ. എന്താണ് ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? നമ്മൾ വരണേ ആവശ്യമുണ്ട് സിനിമയിലെ കുക്കറമ്മയെ കുറിച്ച്. അതെങ്ങനെ എനിക്ക് ആ ഒരു ചാൻസ് കിട്ടിയത് എന്നു വെച്ചാല്, ഒരു ദിവസം കണ്ണൂരിന്ന് ചെന്നൈയിലേക്ക് വരുമ്പം നമ്മുടെ KPSC ലളിത ചേച്ചി ഫ്ലൈറ്റിലുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വന്നപ്പോ ചേച്ചി വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ചേച്ചി ഞാനിപ്പോ അത്യാവശ്യം ചെറിയ പടങ്ങളൊക്കെ അഭിനയിക്കുന്നുണ്ട്, ഡബിങ് ഇപ്പൊ വലിയ കാര്യമായിട്ടൊന്നുമില്ല, ഇപ്പൊ പുതിയ തലമുറയൊക്കെ വന്നില്ലേ, അപ്പൊ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ചേച്ചി അത് മനസ്സിൽ വെച്ചു എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഇവിടെ പെട്ടെന്നാണ് എന്നെ ഒരു ദിവസം ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ തന്നെ ഷൂട്ട് ഉണ്ടാവും, ഒരു പടത്തിന് ഡയറക്ടർ വിളിക്കും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോ നോക്കുമ്പം അനൂപ് വിളിച്ചിട്ട് പറഞ്ഞു. അപ്പൊ അവര് ഇവിടെ ചെന്നൈയിൽ തന്നെ ബേസ് ചെയ്ത ഒരു ചെറിയൊരു ക്യാരക്ടർ ചെയ്യാനുള്ള ഒരു ആർട്ടിസ്റ്റിന് നോയിക്കൊണ്ടിരിക്കുമ്പോ ചേച്ചിയാണ് ഇത് അനൂപിനോട് ഇത് സജസ്റ്റ് ചെയ്തത്. അങ്ങനെ അനൂപ് വിളിച്ചിട്ട് ഫോണിലൂടെ തന്നെ കഥ ഫുള്ള് പറഞ്ഞു. ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു, ഞാൻ ഇത്രയും ആർട്ടിസ്റ്റ് ആണ്, എന്റെ അടുത്ത് ഫുള്ള് പടത്തിന്റെ കഥയൊക്കെ പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു മതി പോലെ, ഞാൻ വന്നിട്ട് എന്താന്ന് നിങ്ങൾ അപ്പൊ ബ്രീഫ് ചെയ്താൽ മതി, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത് ഭയങ്കര ഒരു എന്താ പറയാ, അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടിയ ഒരു നല്ലൊരു കുക്കറമ്മ, ഒരു കോമഡി ഫീലിലുള്ള ഒരു റോളായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു റോളായിരുന്നു അത്. നമുക്ക് ആ സിനിമ മൊത്തത്തിൽ ഒരു ഫീൽ ഗുഡ് പടം അല്ലേ? ഭയങ്കര രസമുള്ള ഒരു സിനിമ. അതിനകത്ത് എല്ലാ കഥാപാത്രങ്ങളും മനസ്സിൽ നിൽക്കുന്ന ഒരു കഥാപാത്രങ്ങൾ തന്നെയാണ്. സുരേഷ് ഏട്ടനും ശോഭനയും എല്ലാം ഉള്ള ഒരു പടത്തില് ഒരു ചെറിയ വേഷമാണെങ്കിൽ പോലും അത് ഭയങ്കരമായിട്ട് എല്ലാരും കാണുന്ന ഒരു പടമാണല്ലോ, കണ്ട ഒരു പടമാണ്. അപ്പൊ അതിന്റെ ഒരു ക്രെഡിറ്റും സന്തോഷവും എനിക്കും ഉണ്ട്. അതെ, ഞങ്ങൾക്കും ഒരുപാട് നന്ദിയുണ്ട് ആ ഒരു കുക്കറമ്മേ ഞങ്ങൾക്ക് നൽകിയതിന്. അപ്പൊ എന്തായാലും നമ്മളിപ്പം വരണി ആവശ്യമുണ്ട് കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വരണി ആവശ്യമുണ്ട് സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് നമ്മൾ ഇനി കേൾക്കാനായിട്ട് പോകുന്നത്. പാട്ടുകൾക്ക് ശേഷം ശ്രീജ ചേച്ചിയുടെ വിശേഷങ്ങൾ ഇനിയും ധാരാളം കേൾക്കാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. സർഗക്ഷേത്ര 89.6 FM SK ഹോട്ട്സ്പോട്ട് ആണ്. കൂടെയുള്ളത് ജോ ആണ്. നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആൻഡ് ആക്ട്രസ് ശ്രീജ, രവി, കാവ്യ മാധവൻ, ശാലിനി, റോമ, നയൻതാര, മഞ്ജു വാര്യർ തുടങ്ങിയ നടിമാർക്ക് മലയാളത്തിൽ ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ശബ്ദം കൊടുത്ത ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ് നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ്. ചേച്ചിയുടെ വിശേഷങ്ങൾ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ശ്രീജ ചേച്ചി, നമ്മളിങ്ങനെ ഡബ്ബിങ്ങിലേക്ക് വന്ന കഥയൊക്കെ കേട്ടു. എങ്ങനെയാണ് ഡബ്ബിങ്ങിലേക്ക് വന്നത് എന്ന് കേട്ടു, അല്ലെങ്കിൽ വരണി ആവശ്യമുണ്ട് എന്നുള്ള സിനിമയിലെ കുക്കറമ്മയുടെ വിശേഷങ്ങളൊക്കെ കേട്ടു. അതിനിടയിൽ ചേച്ചി ആ കാര്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ പറഞ്ഞായിരുന്നു ഇപ്പം ഡബ്ബിംഗ് ഒന്നും അധികം ചെയ്യുന്നില്ല, പുതിയ തലമുറ ആൾക്കാരൊക്കെ വന്നല്ലോ എന്നുള്ളൊരു സംഭവം. അപ്പം അതിലൊന്ന് ഞാനൊന്ന് കയറി പിടിച്ചൊന്ന് ഒരു ചോദ്യത്തിലേക്ക് ഞാനൊന്ന് പോവാണ്. സംഭവം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഒരു ഇത് കേട്ട എന്നാന്ന് വെച്ചാൽ, ഇപ്പം നടിമാർക്ക് ഒരു കാലത്ത് ഭയങ്കരമായിട്ട് ഒരു സ്വീറ്റ് ആയിട്ടുള്ള സൗണ്ട് വേണം എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് ഇപ്പം മാറി കുറച്ചും കൂടെ ഒരു ബേസ് ഉള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടെ സട്ടിലായിട്ട് നിൽക്കുന്ന ഭയങ്കര സാധാരണമായിട്ടുള്ള ഒരു സൗണ്ട്, ഒരു ഹാഷായിട്ടുള്ള ഒരു സൗണ്ട്, അതൊക്കെ ഇപ്പോൾ ഓക്കെ ആണ്, അല്ലെങ്കിൽ അതും ഓക്കെ ആണ്, അതും അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളൊരു തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഇങ്ങനെ നിലവിൽ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം അതിനോട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? അങ്ങനെ ഒരു മാറ്റം ആളുകൾ അംഗീകരിച്ച് തുടങ്ങിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അതിന്റെ എക്സാമ്പിൾ കുറെ നമ്മുടെ മുമ്പ് തന്നെ ഉണ്ടല്ലോ. ഒരുപാട് നടിമാർ അന്ന് പണ്ടത്തെ ഒരു ട്രെൻഡായിരുന്നു, ഒരു എന്താ പറയാ, പെൺകുട്ടിയായാലും ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ നമ്മുടെ പഴയ കാലത്തെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ. അത് വളരെ സ്വീറ്റ് ആയിരിക്കണം, കുയിൽനാദം പോലെ ആയിരിക്കണം, വളരെ സൗമ്യമായിട്ടായിരിക്കണം സംസാരിക്കുന്നത്, അങ്ങനെയുള്ള ഒരു സംഭവം അന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ഇപ്പൊ അടുത്തല്ല കുറച്ചായി അത് നോർമൽ വോയിസസ് എന്താ പറയാ, കുറച്ച് ഹാഷ് ആണെങ്കിലും ഒരു ക്രാക്ഡ് വോയിസ് ആണെങ്കിലും ബേസ് വോയിസ് ആണെങ്കിലും എല്ലാം അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി.
സോ അത് തീർച്ചയായിട്ടും നമ്മളും അത് കേട്ട് കേട്ട് അക്സെപ്റ്റൻസ് ഉണ്ട്. കാരണം അന്നത്തെ പടങ്ങളുടെ സ്റ്റൈലും ട്രെൻഡും എല്ലാം വേറെയാണല്ലോ. അന്ന് കൂടുതലും ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള കുറച്ച് സ്റ്റൈലായിരുന്നു. അന്ന് നമ്മൾ അച്ചടി ഭാഷയും വളരെ തുടക്കം തൊട്ട് അവസാനം വരെ നല്ല ക്ലിയർ ആയിട്ട് കേൾക്കുന്ന പോലെയൊക്കെ ഡബ് ചെയ്യണമായിരുന്നു. ഇന്ന് അങ്ങനെ ഇല്ലല്ലോ. ഇന്ന് വളരെ കാഷ്വൽ ഇങ്ങനെയുള്ള ഒരു നമ്മൾ സാധാരണ ലൈഫിൽ സംസാരിക്കുന്ന പോലത്തെ ട്രെൻഡ് ഇന്ന് വന്നല്ലോ. അതുമല്ല വോയിസിൻ്റെതല്ല, അന്ന് ഈ പറയുന്ന ആർട്ടിസ്റ്റുകളെല്ലാം തന്നെ അതേപോലെ അവര് തന്നെ ശബ്ദം കൊടുത്ത് തുടങ്ങിയിരുന്നെങ്കിൽ ചിലപ്പോൾ ജനങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. അത് ആ ഒരു ക്യാരക്ടറിനോട് ഒരു കുറച്ചുകൂടെ ഇഷ്ടം തോന്നാനും അല്ലെ കുറച്ചുകൂടെ ഒരു സ്വീറ്റ് ആയിട്ട് ഉണ്ടാവണം എന്നുള്ളൊരു കഥാപാത്രം ആയിട്ടുണ്ടാവണം. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഡയറക്ടേഴ്സ് നമ്മളെ പോലെ ഡബിങ് ആർട്ടിസ്റ്റുകളെ എൻഗേജ് ചെയ്തിട്ടുണ്ടാവുക. കുറച്ചുകൂടെ ഇമോഷൻ അന്ന് വന്ന ആർട്ടിസ്റ്റുകൾക്ക് കുറച്ച് പുതിയ കുട്ടികളൊക്കെ ആണല്ലോ. അപ്പൊ അത് ഫുൾ ആയിട്ട് അവർക്ക് കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യണം എന്നുള്ള ഇതുകൊണ്ട് നമ്മളെ എൻഗേജ് ചെയ്തതായിരിക്കാം. പിന്നെ ദൈവം നമ്മളെ പോലെ ഡബിങ് ആർട്ടിസ്റ്റുകൾക്ക് ജീവിക്കണ്ടേ. അപ്പൊ ഒരു കുറച്ച് സമയം അങ്ങനെ നിങ്ങളെ ഡബ് ചെയ്ത് ഇങ്ങനെ ജീവിച്ചോ എന്നുള്ള രീതിയിൽ നമുക്ക് വേണ്ടി വിട്ടു തന്നതായിരിക്കാം അല്ലേ. പക്ഷെ ഞാനിങ്ങനെ ചേച്ചി പറഞ്ഞ പണ്ടത്തെ ക്യാരക്ടേഴ്സിന് ആ ഒരു ശബ്ദ സൗകുമാര്യം വേണമായിരുന്നു. അപ്പം ചേച്ചിയുടെ ഒരു നോക്കുവാണെങ്കിൽ ചേച്ചി അന്നുള്ള കഥാപാത്രങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ഇന്നും ലേറ്റസ്റ്റ് ആയിട്ട് സായി പല്ലവിക്കൊക്കെ ശബ്ദം കൊടുത്തിട്ടുണ്ട്. അപ്പം അതും ഇതും തമ്മിലുള്ള ഡിഫറൻസ്, ഇപ്പം അന്ന് ഇപ്പോൾ ചേച്ചി പറഞ്ഞു അന്ന് കുറച്ചും കൂടെ ഡ്രമാറ്റിക് ആണ്, ഇന്ന് കുറച്ചും കൂടെ ഭയങ്കര സട്ടിലാണ്, നമ്മൾ സാധാരണയായിട്ട് സംസാരിക്കുന്ന രീതിയിലാണ് എന്ന് പറഞ്ഞത്. അപ്പം അതിനു വേണ്ടി എന്തെങ്കിലും ട്രിക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ശ്രീജ രവി എന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന്റെ കയ്യിൽ? അതായത് ഞാൻ എന്റെ പഴയ പടങ്ങൾ വല്ലപ്പോഴൊക്കെ കാണുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ ചെയ്ത കഥാപാത്രങ്ങളൊന്നും അത്രയ്ക്ക് ഡ്രമറ്റൈസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇപ്പൊ മാധുവിനോ അല്ലെ ചാർമിളയ്ക്കോ എന്താണ് ഈ ഡ്രാമ എന്ന് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാല് വളരെ സ്ഫുടതയോടുകൂടി പിന്നെ അങ്ങനെ ആയിരിക്കും അവതരിപ്പിക്കുന്നത്. കാരണം ക്ലാരിറ്റിക്ക് വേണ്ടി എല്ലാം ഓഡിയൻസിന് കേൾക്കണം, എല്ലാം വേർഡ് ടു വേർഡ് വളരെ ഇതാവണം എന്നുള്ള ഒരു ഇതിലായിരുന്നു അന്നത്തെ റെക്കോർഡിംഗ് നടന്നിരുന്നത്. അപ്പോ ഇന്ന് നമുക്ക് അന്ന് ആ ലിബർട്ടി ഉണ്ടായിരുന്നില്ല, വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ. എന്നാലും ഞാൻ എന്റെ പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ അന്നത്തെ എന്റെ പടങ്ങളും ഇന്നും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്ക് ഡ്രമറ്റൈസ് ചെയ്തിട്ടില്ല എന്റെ ക്യാരക്ടേഴ്സ് ഒന്നും എന്നാണ് എനിക്ക് എന്റെ ഒരു വിശ്വാസം. ഇപ്പം ഏതെങ്കിലും ചാർമിളയുടെയോ മാധവന്റെയോ അല്ലെങ്കിൽ ശാലിനിയോ ആരുടെ കാവ്യ മാധവനൊക്കെ ആണെങ്കിലും അങ്ങനെ അത്ര ഡ്രമറ്റൈസ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നില്ല അല്ലേ. കുറച്ച് കാഷ്വൽ ആയിട്ട് പറയാനുള്ള ഒരു ലിബർട്ടി എനിക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഇത് തന്നെ ആയിരുന്നു. അപ്പൊ ഇന്ന് അതിനേക്കാളും എന്ന് പറഞ്ഞ പോലെയുള്ള ഫ്രീഡം ഉണ്ട്. പക്ഷെ മറ്റുള്ള ഭാഷകളിലെ ആർട്ടിസ്റ്റുകൾ വന്ന് ചെയ്ത സംഭവം നമ്മൾ ചെയ്യുമ്പോൾ അന്ന് അവരുടെ ലിപ് മൂവ്മെന്റ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അവര് കൊടുത്തിരിക്കുന്ന നോർമൽ ഡയലോഗിന്റെ പേസ് അല്ലാതെ അവര് എവിടെയെങ്കിലും ഒക്കെ സ്ഥലത്തായിരിക്കുമല്ലോ അവര് മുറിച്ച് പറയുന്നത് ഭാഷ കൊണ്ട്. അപ്പൊ അതൊക്കെ നമ്മളൊന്ന് കറക്റ്റ് ചെയ്ത് ഒരു ശ്വാസം വിട്ട് അല്ലെങ്കിൽ എഫക്ട് കൊടുത്തൊക്കെ ഡബ് ചെയ്ത് വരുമ്പോഴാണ് കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നിപ്പോവുക. അത് വേറെ വഴിയില്ല, അവര് പറഞ്ഞതായിട്ട് തോന്നിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്തേ പറ്റൂ. അത് പക്ഷെ അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകൾ ഇന്ന് ഡബ് ചെയ്യുമ്പോഴും നമ്മൾ അതുപോലെ തന്നെ ഡബ് ചെയ്യാൻ പറ്റും. അല്ലാതെ വളരെ കാഷ്വൽ ആയിട്ട് ഇപ്പൊ ഇന്ന് അഭിനയിക്കുന്ന മലയാളം അറിയുന്ന കുട്ടികൾ ചെയ്ത വർക്കാണ് നമ്മൾ ഡബ് ചെയ്യുന്നതെങ്കിൽ നമുക്കും അതുപോലെ തന്നെ പറയാൻ പറ്റും. ഇല്ലെങ്കിൽ ഡബിങ് ആർട്ടിസ്റ്റുകൾ വളരെ ആർട്ടിഫിഷ്യൽ ഡബ് ചെയ്ത പോലെ ചെയ്തു എന്നൊക്കെ വരുന്ന കമന്റ്സ് വരുന്നതിന്റെ കാരണം അതാണ്. പിന്നെ ഇന്നത്തെ ട്രെൻഡ് കുറച്ചുകൂടെ നമുക്ക് ഒരു ലൈവ്ലി ആയിട്ടും നമ്മുടെ റിയൽ ലൈഫായിട്ട് കണക്റ്റഡ് ആയിട്ട് തോന്നുന്നത് ഇന്നത്തെ ഒരു ട്രെൻഡ് കൂടുതൽ ഇതിന്. പക്ഷെ അന്നത്തെ കാലത്തെ പടങ്ങൾക്ക് അത് നല്ലതായിരുന്നു. അന്ന് അതാണ് ഡിമാൻഡ് ചെയ്തത്, ഇന്ന് ഇത് ഡിമാൻഡ് ചെയ്യുന്നു അല്ലേ? അതെ അതെ അതെ. അന്നും ഇന്നും എന്നും ആ ഒരു ശബ്ദത്തിന് ഒരു മാറ്റമില്ല എന്നുള്ളതാണ് ഞാനിങ്ങനെ അതിശയിച്ചിരിക്കുന്നത്. ഇതിങ്ങനെ ലൈവായിട്ട് കേൾക്കുമ്പോഴേ അന്ന് ശാലിനി കരഞ്ഞ സൗണ്ട് ആണല്ലോ, അന്ന് കാവ്യമാധവന്റെ സൗണ്ട് ആണല്ലോ. ഓക്കെ, അങ്ങനെ ഇപ്പം ഞാനിപ്പോ ഒരു തൊണ്ട തൊഴിലാളി അല്ലെങ്കിൽ ഒരു ശബ്ദ തൊഴിലാളിയാണ് എന്നുള്ളത്. ചേച്ചി എങ്ങനെ ഇതൊക്കെ ഒന്നും കീപ്പ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് കേൾക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ചേച്ചി പല സ്ഥലങ്ങളിലും പറഞ്ഞു കേട്ടിട്ടുണ്ട് എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത്. പക്ഷെ എന്നാലും ഒരു ചില ടിപ്സ് ഒക്കെ ഒന്ന് പറഞ്ഞു തരണം, അത് പറയാനുള്ള സമയമാണ്. ഞാൻ പറഞ്ഞ വിശ്വസിക്കുമെന്ന് അറിയില്ല, ഞാൻ രാത്രി 2 മണിക്ക് 2 കപ്പ് ഐസ്ക്രീം കഴിച്ചിട്ട് കിടന്നാളെ. ഞങ്ങളുടെ മോളും ഞാൻ വർത്താനം പറഞ്ഞിരുന്ന് അവൾക്ക് കേക്ക് കഴിക്കണം എന്നൊരാഗ്രഹം. അവൾക്ക് കേക്ക് ഓർഡർ ചെയ്തു. ഞാൻ പറഞ്ഞു എനിക്ക് ഐസ്ക്രീം മതി എന്ന് പറഞ്ഞു. രാത്രി 2 മണിക്ക് ദൈവം സഹായിച്ചിട്ട് അത്. പിന്നെ നമുക്ക്
എല്ലാരും വിചാരിക്കില്ലേ ഇങ്ങനെ ഡബിങ് ആർട്ടിസ്റ്റ് ആവുമ്പം പിന്നെ Voice ശബ്ദം നോക്കണം. അങ്ങനെയൊന്നുമില്ല. എല്ലാരും പറയും ഡബിങ് ആർട്ടിസ്റ്റ് എല്ലാരും വിചാരിക്കും, പറയുന്നല്ല, എല്ലാരും വിചാരിക്കും നമ്മൾ ഡബിങ് ആർട്ടിസ്റ്റ് ആകുമ്പോ വോയിസ് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്, സ്വീറ്റ് ആവാൻ വേണ്ടിയിട്ടൊക്കെ ഐസ്ക്രീം കഴിക്കില്ല, തണുത്ത് കഴിക്കില്ല, പിന്നെ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതൊന്നുമില്ല. ഇപ്പൊ ജോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ എനിക്ക് ഐസ്ക്രീമിലുള്ള കൊതി കാരണം അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അല്ല, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കെല്ലാം കഴിക്കാം. അതൊക്കെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ്. നമ്മുടെ ശബ്ദം എന്താണെങ്കിലും നമ്മുടെ ടാലന്റ് എവറിത്തിങ് നമ്മുടെ കയ്യിലൊന്നുമില്ല, എല്ലാം ദൈവം തരുന്ന ഒരു അനുഗ്രഹമാണ്, വേറെ ഒന്നുമില്ല. ഞാനേ ഇങ്ങനെ ഇടയ്ക്ക് വിചാരിക്കും, ഓക്കെ എന്റെ ശബ്ദം ഞാനൊന്ന് നോക്കണം, അതുകൊണ്ട് ഇനി കുറച്ച് നാളത്തേക്ക് ഐസ്ക്രീം കഴിക്കരുത്, തണുപ്പൊന്നും കഴിക്കരുതെന്ന് വിചാരിക്കും. പക്ഷേ ചില സമയങ്ങളിൽ കൈവിട്ട് പോയി ഞാൻ തന്നെ കഴിക്കും. ഒന്നും ആവില്ല. അത് ചിലവർക്ക് അലർജി ഉള്ള ആൾക്കാർ കഴിച്ചാൽ ചിലപ്പം കോൾഡ് വരുമായിരിക്കും. പക്ഷെ അതല്ലാതെ നോർമൽ ആയിട്ട് ഒരു മനുഷ്യന് കോൾഡ് വരില്ലേ, കോൾഡ് പനിയൊക്കെ വരില്ല, അതുപോലെ വരും. അതുപോലെ വന്നാൽ പിന്നെ ഒരാഴ്ച 10 ദിവസം നോക്കണ്ട, ഒന്നും അനങ്ങാൻ പറ്റില്ല, അത് ഉണ്ടാവും. ഞാനപ്പം വിചാരിക്കുന്നത് എന്താണെന്നറിയാമോ, തൊണ്ടേനെ എല്ലാം കൊടുത്ത് പഠിപ്പിക്കണമല്ലോ, എപ്പോഴും ചൂട് മാത്രം കൊടുത്ത് പുള്ളിക്കാരൻ മറ്റേ തണുപ്പും ചൂടത്തും എല്ലാം പഠിക്കണം, അതിനുവേണ്ടി ഇങ്ങനെ ഒരുക്കി വെച്ചേക്കുക. ഓക്കെ, അപ്പം എന്തായാലും ശ്രീജ ചേച്ചിയാണ് നമ്മുടെ കൂടെ SK ഹോട്ട്സ്പോട്ടിലുള്ളത്. അപ്പം ശ്രീജ ചേച്ചിയുമായിട്ടുള്ള വിശേഷങ്ങൾ ഒരുപാടുണ്ട്. ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ശബ്ദം നമ്മളിങ്ങനെ കേട്ടു. ഇനി അടുത്തൊരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്കാണ് പോകുന്നത്. പാട്ടുകൾക്ക് ശേഷം SK ഹോട്ട്സ്പോട്ടിൽ ശ്രീജ രവി എന്ന ഡബിംഗ് ആർട്ടിസ്റ്റിന്റെ ആക്ട്രസിന്റെ വിശേഷങ്ങൾ കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. നമ്മുടെ കൂടെ എന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ശ്രീജ രവി, ദ ഡബിംഗ് ആർട്ടിസ്റ്റ് ആൻഡ് ആക്ട്രസ്. ശ്രീജ ചേച്ചി, ആ ഒരു ശബ്ദം എങ്ങനെയാണ് കീപ്പ് ചെയ്യുന്നത്, അതിന്റെ ആ ഒരു രഹസ്യം എന്താണെന്നുള്ളത് നമ്മൾ കേട്ടു. ഐസ്ക്രീം തിന്നുക എന്നുള്ളതാണല്ലേ എന്നുള്ളതൊക്കെ നമ്മളിങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനേ ഈ ഡബിങ് ആർട്ടിസ്റ്റുകളെ കുറിച്ചൊക്കെ നമ്മൾ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ക്ഷമ വേണം എന്നുള്ളൊരു സംഭവമേ. കാരണം ഇപ്പം റിപ്പീറ്റ് എടുക്കണം, അതുപോലെ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ചിലപ്പോൾ ഈ കിട്ടുന്ന ആക്ട്രസ് അല്ലെങ്കിൽ ഈ സീനുമായിട്ട് നമുക്ക് ചിലപ്പം അവർ സംസാരിച്ച ഒരു ഇത് വെച്ച് നമുക്ക് ചിലപ്പോൾ അത് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ലായിരിക്കും. അങ്ങനെ ഒരുപാട് ക്ഷമ എന്നുള്ളൊരു സംഭവം ഈ ഒരു ഫീൽഡിൽ ഭയങ്കരമായിട്ട് വേണം എന്നുള്ളൊരു ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അതിനോട് ചേച്ചി എത്രമാത്രം യോജിക്കുന്നുണ്ട് എന്നുള്ളത് അറിയണം. അതുപോലെ തന്നെ ഈ ഒരു ഫീൽഡിൽ വന്നതിന് ശേഷം ചേച്ചിയുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ട്? ഇപ്പം ഇതിനകത്ത് വന്നു കഴിയുമ്പം നമ്മൾ ചിലപ്പം ഏതെങ്കിലും ഒരു ഫീൽഡിൽ ചെന്ന് കഴിയുമ്പം ഈ ജോലി തന്നെ നമുക്കൊരു മാറ്റം വരുത്തുമല്ലോ, ചില കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കുമല്ലോ. അങ്ങനെ ചേച്ചിക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? അതായത് ഈ ക്ഷമ വേണമെന്നുള്ളത് 100 അല്ല 200% ഞാൻ അതിനോട് യോജിക്കുന്നു. കാരണം ആ ക്ഷമ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാനൊന്നും ഇതിപ്പോ ശരിക്കും ജോ പറയുന്ന പോലെ 40-50 ഇയർ അല്ല, 50th ഇയർ ആണ്. ഓക്കെ. കാരണം 1975 ഞാൻ ആദ്യം മൈക്കിന്റെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ 50ാമത്തെ വർഷമാണ്. അതെ 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 അതെ. അപ്പോ ഇത്രയും വർഷം ഇപ്പോഴും അടുത്തും ഞാൻ EDയില് വിനയ പ്രസാദിനെ ഡബ് ചെയ്തു. തമിഴില് ദേവയാനിക്ക് ജീനി എന്ന് പറഞ്ഞിട്ടൊരു പടം ഡബ് ചെയ്തു. അപ്പോ ഇന്നും ദൈവം സഹായിച്ച് ഞാൻ മൈക്കിന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പോ അതിന്റെ മെയിൻ കാരണം ക്ഷമ തന്നെയാണ്. ക്ഷമയില്ലെങ്കിൽ എന്താ അറിയോ, നമുക്ക് തന്നെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ എനിക്കെല്ലാം അറിയാം, ഞാൻ വലിയ ഡബിങ് ആർട്ടിസ്റ്റ് ആണ്, എനിക്ക് ഞാൻ പറയുന്നതാണ് ശരിയെന്ന് വിചാരിച്ച് മൈക്കിന്റെ മുമ്പിൽ നിന്നാൽ ഒന്നും ശരിയാവില്ല. അത് കറക്റ്റ് അല്ല. കാരണം നമ്മൾ ഓരോ പടത്തില് ഞാനിപ്പോ ചിലപ്പോ വിചാരിക്കും ഞാൻ 2000 പടം ചെയ്തില്ലേ, എനിക്കറിയാത്തതാണോ എന്ന് വിചാരിച്ചാൽ പോയി. കാരണം ഞാൻ ചെയ്ത 2000 പടം വേറെയാണ്. ഇപ്പൊ അടുത്ത് ചെയ്യാൻ പോകുന്ന ഒരു പുതിയ ഡയറക്ടറുടെ പുതിയ സബ്ജക്ട്, പുതിയ ക്യാരക്ടർ, അത് അവരുടെ ആവശ്യങ്ങൾ വേറെയാണ്. അപ്പോ നമ്മൾ ക്ഷമയില് ഒന്നും അറിയാത്ത ഒരു കുഞ്ഞിനെ പോലെ അവിടെ മൈക്കിന്റെ മുമ്പിൽ നിന്നാൽ മാത്രമേ നമുക്ക് അതിനോട് നീതി പുലർത്താൻ പറ്റൂ. അപ്പോ 3-4 അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉണ്ടാവും, ഡയറക്ടർ ഉണ്ടാവും, ചിലപ്പോൾ റൈറ്റർ ഇരിക്കുന്നുണ്ടാവും, സൗണ്ട് എഞ്ചിനീയർ, ഇത്രയും പേരുടെ ഓരോരോ അഭിപ്രായങ്ങൾ ഓരോ ടേക്കിൽ വരും. ചിലപ്പോ നല്ല ടേക്ക് ആയിരിക്കും. അപ്പൊ അവര് പറയും ഒരു ഓപ്ഷൻ കൂടെ തരൂ ചേച്ചി എന്ന് പറയും. അപ്പോ ഞാൻ ചിലപ്പോ ഒന്ന് കൊടുത്തിട്ട് എനിക്ക് തന്നെ തോന്നും ഓക്കെ വിൽ ഡു 1 more എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 4-5 ഓപ്ഷൻസ് ഞാൻ തന്നെ ചിലപ്പോ കൊടുക്കും. അതിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. ചിലപ്പോ ഡയറക്ടർ ഓക്കെ പറഞ്ഞാലും എനിക്ക് തൃപ്തിയായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ എടുക്കാന്ന് പറയും. അപ്പൊ ഈ 5 ടേക്ക് കൊടുക്കുമ്പോൾ അവർക്ക് തന്നെ ചില സമയത്ത് കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. അയ്യോ ചേച്ചി ഇതിൽ ഏതാണ്, എല്ലാം നന്നായിരിക്കുന്നല്ലോ, ഓരോ വിധത്തിൽ നല്ലതാണല്ലോ, നമുക്ക് കൺഫ്യൂഷൻ ആയി ചേച്ചി എന്നൊക്കെ പറയും. അപ്പോ എത്രയും ക്ഷമയിൽ നമ്മൾ നിന്നാൽ മാത്രമേ
ഓരോ ആൾക്കാരുടെ കൺസീവ് ചെയ്യുന്ന വിധം വേറെ ആയിരിക്കും. ചില ഡയറക്ടേഴ്സ് പുതിയതായതുകൊണ്ട് അവർക്ക് എങ്ങനെ പറഞ്ഞു തരണം എന്ന് ഇത് അറിയില്ലായിരിക്കും. ചില ഡയറക്ടേഴ്സ് നമുക്ക് ഡബ് ചെയ്ത് കാണിച്ചു തരും. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ ഫാസിൽക്ക. ഫാസിൽക്കയുടെ അടുത്ത് ഞാനൊക്കെ വളരെ സ്നേഹപൂർവ്വം ആർഗ്യുമെന്റ് നടത്തിയിട്ടുണ്ട്. അനിയത്തി പ്രാവൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറയും, അയ്യോ ശാലി ഭയങ്കര സ്പീഡായിട്ട് ഡബ് ചെയ്തിരിക്കുന്നത്, എനിക്ക് അവിടെ എത്തിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും. അപ്പൊ അദ്ദേഹം പറയും നിക്ക് എന്ന് പറഞ്ഞിട്ട് അസലായിട്ട് ഒരു ഫ്രെയിം മുമ്പേ ഒരു ഫ്രെയിം പിന്നോട്ടുമായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഫാസിൽക്ക ഡബ് ചെയ്ത് കാണിക്കും. പിന്നെ നമ്മൾ വായി അടയ്ക്കണമല്ലോ, മുണ്ടി പോയിട്ട് അത്രയ്ക്കും ഇതായിട്ട് പറഞ്ഞു തരുന്ന ഡയറക്ടേഴ്സും ഉണ്ട്. പിന്നെ ചില ഡയറക്ടേഴ്സ് ഒന്നുകൂടെ എടുക്കാം എന്ന് പറയുമ്പോൾ നമുക്ക് ക്ഷമയിൽ ചോദിക്കാം എന്താണ് വേണ്ടത്, നമ്മൾ ചെയ്തതിൽ എന്താണ് മാറ്റം വരുത്തേണ്ടത്. വെറുതെ വൺ മോർ എന്ന് പറയുന്ന ഡയറക്ടേഴ്സും ഉണ്ടായിട്ടുണ്ട്. അപ്പോ ചിലപ്പോൾ ഡയറക്ടേഴ്സ് ആയിരിക്കില്ല, അസോസിയേറ്റ്സ് ആയിരിക്കും. കാരണം അവർക്ക് എന്ത് വേണം എന്നുള്ളത് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇതുണ്ടാവില്ല. സോ അവർക്ക് അയ്യോ ഡയറക്ടർക്ക് ഇത് ഇഷ്ടപ്പെടുമോ അത് ഇഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഇതിലായിരിക്കും അവര് ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ എടുത്തു വെക്കുന്നത്. സോ ക്ഷമ വളരെ അത്യാവശ്യമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്കും എക്സൽ ചെയ്യാൻ പറ്റൂ ഈ ജോബില്. ഓക്കെ, ഓരോരുത്തരിൽ നിന്നും ഓരോ ജോലിയിൽ നിന്നും ഓരോ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് പറയുന്നതിന്റെ ഒരു ഉദാഹരണമാണിത്. ഈ ഒരു ജോലിക്ക് അല്ലെങ്കിൽ അല്ലെ ഈ ഒരു ഫീൽഡില് ക്ഷമ നല്ല രീതിയിൽ വേണം എന്നുള്ള ഒരു കാര്യം. എന്റെ മോൾക്ക് ഞാൻ ഫസ്റ്റ് ഡബിങ് നോവൽ ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞ ഒരു ഇതാണ്, ക്ഷമ വേണം. പിന്നെ യു ഷുഡൻ ലൂസ് യുവർ ടെമ്പർ ഓർ കൺട്രോൾ. കാരണം 10 പേരുണ്ടാവും, അതും തമിഴിലാണെങ്കിൽ കുറച്ച് അധികം പേരുണ്ടാവും സ്റ്റുഡിയോയില്. പലവരും പല അഭിപ്രായം പറയും. ക്ഷമയിൽ കേട്ട് നിന്നിട്ട് യു മസ്റ്റ് ഡു വാട്ട് ദേ വാണ്ട്. കാരണം നമ്മളെ അവര് ഹയർ ചെയ്യാണ്, നമ്മൾ കാശ് വാങ്ങിച്ചിട്ടാണ് ജോലി ചെയ്യുന്നത്. സോ അത് ക്ഷമയിൽ കൊടുക്കാനുള്ള ഒരു ക്ഷമ നിനക്ക് വേണം എന്ന് ആണ് ഞാൻ എന്റെ മോളോട് പറഞ്ഞിട്ടുള്ളത്. യെസ്, നമുക്കറിയാം ശ്രീജ ചേച്ചിയുടെ മകൾ രവീണ രവി വൺ ഓഫ് ദ എന്താ പറയാ, തമിഴിലായിക്കോട്ടെ മലയാളത്തിലായിക്കോട്ടെ നമ്മൾക്കൊക്കെ ഇഷ്ടമുള്ള ഒരുപാട് ആക്ടേഴ്സിന് ശബ്ദം കൊടുത്ത ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ്. അതുപോലെ തന്നെ ലീഡിങ് റോൾ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ്, ഒരു ആക്ട്രസ് കൂടിയാണ്. രവീണയെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ വരുന്നതായിരിക്കും. അപ്പം നമുക്ക് തുടർന്ന് കേൾക്കാം പാട്ടുകൾക്ക് ശേഷം SK ഹോട്ട്സ്പോട്ടിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. നമ്മൾ ആസ്വദിച്ച ഒരുപാട് സിനിമകളുണ്ട്. ആ സിനിമകൾക്കൊക്കെ ശബ്ദം പകർന്ന നമ്മുടെ സ്വന്തം ശ്രീജ രവി എന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ് നമ്മുടെ കൂടെ എന്നുള്ളത്. ശ്രീജ ചേച്ചി ലൈവായിട്ട് നമുക്ക് ചില ആക്ട്രസിന്റെ ഒക്കെ ആ ഒരു ഡയലോഗ്സ് നമുക്ക് പെർഫോം ചെയ്തു തന്നു. ചേച്ചി സൂപ്പർബ് ആൻഡ് സൂപ്പർബ്. ഇപ്പം എടുത്തു പറയേണ്ട ആവശ്യമില്ല അല്ലേ, കാരണം 50 വർഷം, ഇപ്പം മുമ്പേയും പറഞ്ഞു 1975 ചേച്ചി ഒരു ഫീൽഡിലേക്ക് അരങ്ങേറ്റം കുറിച്ചത്. 1975 ചേച്ചി ഈ ഒരു ഫീൽഡിൽ അരങ്ങേറ്റം കുറിക്കുന്നത് എന്ന് പറഞ്ഞു. 2025 ചേച്ചി ഇപ്പോഴും സ്റ്റിൽ ഡബ് ചെയ്യുന്നുണ്ട്, സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, ആ ഒരു സാന്നിധ്യം എന്നും നിലനിർത്തുന്നുണ്ട്. അപ്പം നമുക്കെന്നും ഒരു അതിശയമാണ്. അപ്പം ഞാൻ ടച്ച് വുഡ്, ആർക്കും കണ്ണ് കിട്ടാതിരിക്കട്ടെ, എങ്ങനെയാണ് ഈ ശബ്ദം ഇങ്ങനെ ഇത്ര എന്താ പറയുക ഷാർപ്പായിട്ട്, അല്ലെങ്കിൽ ഇപ്പം പ്രായം കൂടുന്തോറും, ചേച്ചിക്ക് പ്രായമായി എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷെ കുറച്ച് ഏജ് ആകുമ്പോഴേ നമുക്ക് ശബ്ദത്തിനൊക്കെ ഒരു ചെറിയൊരു മാറ്റമൊക്കെ വരുത്തത്തില്ലേ? ചില ആളുകൾ നമ്മളത് കാണുന്നതാണ്, പക്ഷേ ഇവിടെ ശബ്ദം വരുന്നില്ല. എന്തായാലും ഗോഡ് ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. പല ഇൻ്റർവ്യൂസിലൊക്കെ ചേച്ചി ഓരോന്നിങ്ങനെ പറയുമ്പോൾ അല്ലെങ്കിൽ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ പറയും എങ്ങനെയാണ് ഇത് സാധിക്കുന്നത് എന്നുള്ളത് പറയും. ഞാൻ ആക്ച്വലി എക്സാജറേറ്റ് ചെയ്യുന്നതേ അല്ല, എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ വന്നു പോകുന്നതാണ് ചേച്ചിയോട് സംസാരിക്കാനായിട്ട് സാധിക്കുന്നതിൽ. അപ്പോൾ എന്തായാലും ശ്രീജ രവി എന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ് നമ്മുടെ കൂടെ ഇന്നുള്ളത് SK ഹോട്ട്സ്പോട്ടിൽ. ശ്രീജ ചേച്ചിയോട് ഉള്ള അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത്, പാൻ ഇന്ത്യൻ സിനിമകളുടെ ഒരു സാന്നിധ്യം നമ്മുടെ ഡബ്ബിങ്ങിൽ ഒരുപാട് കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരുപാട് വരുന്നുണ്ട്. അപ്പം ഈ ഒരു ഡബ്ഡ് സിനിമ എന്നുള്ള ഒരു ഫീല് ആക്ച്വലി ഇതിൽ കിട്ടാറുമില്ല. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടാണ് ഡബ്ഡ് സിനിമ നമുക്കൊരു ഡബ്ബിംഗ് സിനിമ കാണുന്നത് പോലെ, അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിലുള്ള സിനിമ കാണുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ അതിന് ഈ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന് അത്രയും ഒരു എന്തൊരു മികവുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു പങ്കാളിത്തം അതിഗംഭീരമായിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പം പാൻ ഇന്ത്യൻ സിനിമ ഇങ്ങോട്ട് വരുന്നു, ഇപ്പം മലയാളം സിനിമ അങ്ങോട്ട് പോകണു, തമിഴ് തെലുങ്കൊക്കെ നമ്മൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തൊക്കെ വരുന്നു. അപ്പം അതിൻ്റെ ഇപ്പം പാൻ ഇന്ത്യ വരുന്ന, അപ്പം അതിൽ ഏൽക്കുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പ്രോസ് ആൻഡ് കോൺസ് എന്തൊക്കെയാണ്?
ഇതുപോലെ ഡബിങ് ഫിലിംസ് ഞാനും ഓരോ ഭാഷകളിൽ നിന്ന് ഓരോ ഭാഷകളിലേക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. കംപ്ലീറ്റ് അങ്ങനെ ഡബിങ് ഡയറക്ഷൻ, അതിന്റെ റൈറ്റേഴ്സും പിന്നെ ഡബിങ് ആർട്ടിസ്റ്റുകളുടെ കോർഡിനേഷനും അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഒരു സ്ട്രെയിറ്റ് ഫിലിം ഫീൽഡിൽ ഞാനും ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിലെന്തെന്ന സംഭവം എന്ന് വെച്ചാല് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, ഇത് ഇല്ലാന്നല്ല. പക്ഷെ കുറച്ചു പേരൊക്കെ വളരെ സിൻസിയർ ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിനോടുള്ള ഒരു ആത്മാർത്ഥത പുലർത്തി ചെയ്യുന്നുണ്ട്. അത് അവർക്ക് ഇനി ചിലവർ അധികം പേര് പറയുന്നത് ബഡ്ജറ്റ് തീരെ ഇല്ലായിരുന്നു എന്നാണ്. ഞാൻ പറയുന്നത് ബഡ്ജറ്റ് കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും നമ്മൾ ചെയ്യുന്ന ആ തൊഴിലിനോട് നമ്മൾ റെൻഡർ ചെയ്യുന്ന ആ ഒരു ക്യാരക്ടറിന് വേണ്ടി കൊടുക്കുന്ന ആ ഒരു ശബ്ദവും അല്ലെങ്കിൽ അതിന്റെ ഒരു ഇമോഷനും അത് കുറയരുത്. അതിന്റെ ലിപ് മൂവ്മെന്റ് ആയിക്കോട്ടെ ഏതാണെങ്കിലും അത് ആ ഡബിങ് ഡയറക്ടർ ഇരുന്ന് കറക്റ്റ് ആയിട്ട് ചെയ്തു കൊടുക്കേണ്ട ഒരു കാരണം ഇതൊരു കലയാണ്. അത് നശിപ്പിക്കാൻ പാടില്ല എന്ന് എനിക്ക് വളരെയധികം പ്രതീക്ഷയുണ്ട്. അത് ഒരുപാട് പടങ്ങളിൽ നമുക്ക് നല്ല പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്, എനിക്കും ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഈ പറയുന്ന പോലെ ബഡ്ജറ്റിന്റെ കൺസ്ട്രെയിൻ ഉള്ളത് കാരണം ഞാൻ ഒരുപാട് പടങ്ങൾ എടുക്കാറില്ല. അത് കാരണം ഇപ്പൊ വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ട് ചീപ്പായിട്ട് ഇത് ചെയ്തു കൊടുക്കാൻ ഒരുപാട് ആളുണ്ട്. ഇപ്പൊ എന്താ പറയാ, ഞാൻ പറയുന്ന ഒരു എമൗണ്ട് ആണെങ്കിൽ അതിന്റെ താഴേക്ക് എത്ര കുറഞ്ഞിട്ടാണെങ്കിലും ചെയ്യാൻ ആൾക്കാരുണ്ട്. അപ്പൊ അതുപോലെ ചില പ്രൊഡ്യൂസേഴ്സിനും പ്രൊഡക്ഷനും വലിയ ക്വാളിറ്റി വേണ്ട എന്നുള്ള രീതിയിലും പോകുന്നുണ്ട്. സോ ഇത് എന്തായാലും നമ്മളെ മലയാളീസിന് ഇത് കാണുമ്പോൾ മറ്റുള്ള ഏത് ഭാഷയിലെ ആൾക്കാരെക്കാളും മലയാളീസ് വളരെ വളരെ ശ്രദ്ധിച്ച് ഒരു നല്ല കാര്യം നല്ലതായിട്ട് തന്നെ എടുക്കുന്ന ആൾക്കാരാണ്. അപ്പോ മാക്സിമം അത് ഇപ്പൊ എല്ലാ ഭാഷകളും ഇങ്ങനെ മലയാളത്തിലേക്കും മലയാളത്തിൽ നിന്ന് മറ്റുള്ള ഭാഷകളിൽ പോകുന്നതുകൊണ്ട് ഒരുപാട് ഡബിങ് ആർട്ടിസ്റ്റുകൾക്ക് തൊഴിലുണ്ട്, കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നല്ല രീതിയിൽ അവർക്ക് പെർഫോമൻസ് ചെയ്യാനും പറ്റും. പിന്നെ അവരുടെ ലൈവ്ലിഹുഡിനാണെങ്കിലും എല്ലാം ഒരുപാട് പ്ലസ് ആണ്. ഇത് ശരിക്കും ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ ഈ ഒരു സംഭവം മാത്രമേ വിഷമമുള്ളൂ. ചില ട്രാൻസ്ലേഷൻസ് കാണുമ്പോൾ അതൊരു സ്ട്രെയിറ്റ് ഫിലിം ഫീല് വരാതെ ചെയ്യുന്ന ചില പടങ്ങൾ, അല്ലാതെ ചെയ്യുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ട്. ഞാൻ എല്ലാരെയും പറയല്ല. ഈ ട്രോളൊക്കെ വരുന്നത് കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും എന്ത് ക്വാളിറ്റിയിലാണ് ഓരോരുത്തർ ചെയ്ത് വിടുന്നത് എന്നുള്ളത്. അപ്പൊ അങ്ങനെ പാൻ ഇന്ത്യൻ ഫിലിംസ് ആണെങ്കിലും അത് നശിപ്പിക്കാതെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു കലയോട് നമ്മൾ ചെയ്യുന്ന ഒരു എന്താ പറയാ, അതിനോട് നീതി പുലർത്താൻ ഉള്ള ഒരു ഇത് കാണിക്കണം. അതെ, ആ ഉത്തരവാദിത്വം വേണം. ഓക്കെ. ശ്രീജ ചേച്ചിയാണ് നമ്മുടെ കൂടെ SK ഹോട്ട്സ്പോട്ടിലുള്ളത്. അപ്പം ശ്രീജ ചേച്ചിയുമായിട്ടുള്ള വിശേഷങ്ങൾ ഒരുപാടുണ്ട്. പാട്ടുകൾക്ക് ശേഷം SK ഹോട്ട്സ്പോട്ടിൽ ശ്രീജ രവി എന്ന ഡബിംഗ് ആർട്ടിസ്റ്റിന്റെ ആക്ട്രസിന്റെ വിശേഷങ്ങൾ കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ശ്രീജ രവി, ദ ഡബിംഗ് ആർട്ടിസ്റ്റ് ആൻഡ് ആക്ട്രസ്. ചേച്ചി ഇപ്പം പറഞ്ഞതിനകത്തുണ്ടായിരുന്നു, ഇപ്പം പല ഡബിംഗ് ആർട്ടിസ്റ്റുകൾക്ക് മറ്റൊരു ജോലിയുണ്ട്, ഇപ്പം അവർക്ക് കുറച്ചും കൂടെ ഒരു എക്സ്പോഷർ കിട്ടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പറയുന്നിട്ടുണ്ടായിരുന്നേ. ഇപ്പം ഈ ഒരു ഡബിംഗ് മേഖലയെക്കുറിച്ച് ഇങ്ങനെ നമ്മൾക്ക് പല വ്യക്തികൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് നമ്മൾ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഇറങ്ങി തിരിക്കരുത്. നിങ്ങൾക്ക് വേറൊരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇതിലേക്ക് ഇറങ്ങാം. അല്ലെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നിറങ്ങി നാളെ കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ ഇതുകൊണ്ട് ജീവിക്കാം എന്ന് വിചാരിക്കരുത് എന്നൊക്കെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അതിനോട് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പം ഈ ഒരു മേഖലയോട് ചിലപ്പം ചിലവർ വരുന്നത് സിനിമയിലേക്ക് കയറണം എന്നുള്ളൊരു മോഹം കൊണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള ചില അരങ്ങേറ്റങ്ങളുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താണ് പറയാനായിട്ടുള്ളത്? അത് പിന്നെ വളരെ ശരിയാണ്. ഞാൻ അതിനോട് വളരെയധികം യോജിക്കുന്നു. കാരണം എത്രയോ പേരോട് ഞാൻ ഉപദേശിച്ചിട്ടുണ്ട്. കുറെ പേര് ജോലി വിടാതെ പിടിച്ചു നിന്നിട്ടുമുണ്ട്. കാരണം ഈ പറയുന്ന പോലെ നല്ല സോഫ്റ്റ്വെയർ, ഈ ഇടയ്ക്ക് ഒരു തൃശ്ശൂർ നിന്നങ്ങാണ്ട്, എനിക്ക് കുട്ടിയുടെ പേര് ഓർമ്മയില്ല, പിന്നെ ഒരു ആൺകുട്ടിയാണ് എനിക്ക് ഡബിങ്ങില് വരണം ചെയ്തിട്ട്, അത് കാരണം ഞാൻ എന്റെ ജോലി റിസൈൻ ചെയ്യാണ്. ഞാൻ ചോദിച്ചു, നിനക്ക് എത്ര ശമ്പളം ഉണ്ടോ മോനെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എനിക്ക് മന്ത്ലി ഒരു 90 to 1 lakh ഉണ്ടാവും ചേച്ചി എന്ന് പറഞ്ഞു. ഞാൻ എന്റെ പൊന്നു മോനെ, ദയവ് ചെയ്തിട്ട് അത് വിടല്ല. അത് വിടാതെ നീ ലീവ് എടുത്തിട്ടോ അല്ലെങ്കിൽ ഈവനിങ്സിലോ ഡബിങ് ആദ്യം പഠിക്കൂ. അതിന്റെ ടിപ്സ് ഒക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് എവിടെയെങ്കിലും പോയി ട്രൈ ചെയ്ത് നിന്റെ ഒരു പാഷന് വേണ്ടി നീ ഡബിങ് ആർട്ടിസ്റ്റ് ആവുക. അല്ലാതെ, കാരണം ഒരുപാട് ഇതിപ്പോ നമ്മൾ ഒരു ഫാക്ടറി ആണെങ്കിൽ നമുക്ക് അവിടെ ഒരു എംപ്ലോയ്മെന്റ് പോലെ കയറാം. ഇത് ഓരോ ഫിൽമും ഇറ്റ്സ് ലൈക്ക് വൺ ഫാക്ടറി. അപ്പൊ അവിടത്തേക്ക് എംപ്ലോയീസ് വേറെ ആയിരിക്കും,
നമുക്ക് ആ ഒരു ടാലന്റ് നമ്മള് എന്താ പറയാ എക്സൽ ചെയ്ത് കാണിക്കാൻ പറ്റാത്ത ഒരു അവസരമാണെങ്കിൽ ഇപ്പൊ പുതിയ ആൾക്കാർക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അധികം കിട്ടില്ല. കാരണം ഞങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആകെ ഒരു 10-20 ഡബിങ് ആർട്ടിസ്റ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ എല്ലാരും ഇരുന്ന് ഡബ് ചെയ്യുമ്പോൾ ഞങ്ങളൊക്കെ അങ്ങനെ സീനിയേഴ്സിനെ കണ്ടു പഠിച്ചതാണ്. ഇപ്പൊ ഞാനൊക്കെ കോട്ടയം ശാൻ ചേച്ചി, ഈ പറയുന്ന ആനന്ദവല്ലി ചേച്ചി, പാലാത്തങ്ക ചേച്ചി, രാധാദേവി ചേച്ചി, ഇവരൊക്കെ ഡബ് ചെയ്യുന്ന, അതുപോലെ ആണുങ്ങൾ ഹരിയേട്ടൻ, ചന്ദ്രേട്ടൻ, ഇവരൊക്കെ ഡബ് ചെയ്യുന്ന കണ്ടിട്ട് എവിടെയാണ് അവർ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇമോട്ട് ചെയ്യുന്നത്, എവിടെയാണ് ആ ഒരു സ്ട്രെസ് കൊടുക്കുന്നത്, എങ്ങനെയാണത് റെൻഡർ ചെയ്യുന്നത്, എല്ലാം നമ്മൾ അങ്ങനെ ഒബ്സർവേഷനിലൂടെയാണ് ഞങ്ങളൊക്കെ പഠിച്ചത്. ഞങ്ങളെന്ന് പറഞ്ഞാൽ അന്നത്തെ ഞങ്ങള് ചൈൽഡ് ആർട്ടിസ്റ്റായി ഇരുന്ന സമയത്ത് ഇപ്പൊ ഞാനായിക്കോട്ടെ, അമ്പിളി ആയിക്കോട്ടെ, അമ്പിളിയൊക്കെ പിന്നെ അമ്മ പാലാത്തങ്ക ചേച്ചി സീനിയർ ഡബിങ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് അവൾക്ക് അത് ജീനിൽ തന്നെ ഉണ്ട്. പിന്നെ ഇതുപോലെ തന്നെ കണ്ടിട്ടാണ് കൂടുതലും എല്ലാവരും പഠിക്കുന്നത്. ഇന്ന് ക്ലാസ്സിൽ പോക്കോ അല്ലെങ്കിൽ ഡബിങ് ഇൻസ്റ്റിറ്റ്യൂഷനോ കാര്യം ഒന്നുമില്ലല്ലോ. എല്ലാവരും നമ്മൾ അങ്ങനെ എന്താ പറയാ ഒരു ഒഴുക്കിന് അങ്ങനെ ഡബിങ് ആർട്ടിസ്റ്റുകളായതാണ്. അപ്പൊ ഇന്നത്തെ തലമുറയ്ക്ക് ആ ഒരു ഫെസിലിറ്റി ഇല്ല. പക്ഷെ ഇന്ന് കൂടുതൽ വേറൊരു ഫെസിലിറ്റി ഉണ്ട്. പഞ്ച് ചെയ്ത് അവർക്ക് ഡബ് ചെയ്ത് എടുക്കാൻ പറ്റും. പക്ഷെ ഒരു ഇമോഷൻ, ഒരു സീനൊക്കെ ആദ്യം ചിലപ്പോ ഒരു സാധാരണ സീൻ അവരെ കൊണ്ട് ഡബ് ചെയ്യാൻ പറ്റുമായിരിക്കും. പിന്നീട് ഒരു ഇമോഷണൽ സീൻ അവര് ഭയങ്കരമായിട്ട് സ്പീഡിൽ റെൻഡർ ചെയ്യുന്ന ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ ഒരുപാട് ഇമോട്ട് ചെയ്ത് പറയേണ്ട സ്ഥലത്തോ അവരെ കൊണ്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോയില്ലേ. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയും, നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്ന് ഒരു പടം ഇട്ടിട്ട് ഒരു ആർട്ടിസ്റ്റിനെ സെലക്ട് ചെയ്ത്, നന്നായിട്ട് തോന്നുന്ന ഒരു ആർട്ടിസ്റ്റിനെ സെലക്ട് ചെയ്തിട്ട് എല്ലാ ഇമോഷനും ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ അതിന്റെ ഡയലോഗ് പഠിച്ച് പറഞ്ഞു നോക്കൂ. സ്പീഡ് വേരിയേഷൻ ഉണ്ടാകും, ഇമോഷൻ വ്യത്യാസം ഉണ്ടാവും, എല്ലാം ഒന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്തിട്ട് യു സീ ഇഫ് യു ആർ റീച്ചിങ് ദാറ്റ്. ഇല്ലെങ്കിൽ അതിനേക്കാളും നന്നാക്കാൻ പറ്റുമായിരിക്കും ചിലപ്പോൾ. അപ്പൊ അങ്ങനെ ഡബിങ് എന്താണെന്ന് ആദ്യം ലിപ് മൂവ്മെന്റ് നോക്കി പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ ഇതിനെ പഠിക്കണം. കാരണം അതിന് നമ്മൾ ഒരു പ്രൊഡ്യൂസേഴ്സോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ മാനേജറോ അതിനുള്ളൊരു സമയം തരില്ലല്ലോ. അപ്പൊ ഉള്ള ജോലി കളഞ്ഞിട്ട് ഇതിലേക്ക് പോകുന്നത് ഇച്ചിരി അബദ്ധമാണ്. കാരണം അവർക്ക് ഫാമിലി ഉണ്ട്, എല്ലാം വേണമല്ലോ. അപ്പൊ ഇത് പ്രതീക്ഷിച്ചിട്ട് നമുക്ക് അതുമല്ല, പുതിയ ആൾക്കാരാകുമ്പോൾ വലിയ പേയ്മെന്റ് കിട്ടില്ല. യു കാൻ ഡിമാൻഡ് അല്ലേ. നിങ്ങളുടെ വോയിസും നിങ്ങളുടെ പെർഫോമൻസിനും മസ്റ്റായിട്ട് നിങ്ങൾ തന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റൂ, അല്ലെ? അതുപോലെ ഇപ്പൊ ഞാൻ ഡിമാൻഡ് ചെയ്തെന്ന് വെച്ചോ, എന്നെക്കാളും അതേപോലെ പെർഫോം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് അതിനേക്കാളും കുറച്ച് ചെയ്യുകയാണെങ്കിൽ അത് അങ്ങനെയും പോവുമല്ലോ. സോ ഉള്ള ജോലി വിട്ടിട്ട് ഈ ഒരു മേഖലയിലേക്ക്, സിനിമ എന്ന് പറയുന്നത് ഇതൊരു ലക്കും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഇതാണ്. ടാലന്റ് ഉള്ള എത്രയോ ആൾക്കാർ പുറത്തുണ്ട്. അപ്പോ ദൈവാനുഗ്രഹവും ഒരു ലക്കും കൂടെ ചേർന്ന് വരുമ്പോഴാണ് നമുക്ക് ഇതില് ഒന്ന് ശോഭിക്കാൻ പറ്റും. അപ്പോ ജോലി കളഞ്ഞിട്ട് ആരും ഈ ഒരു ജോലിക്ക് വരുന്ന എന്റെ സിൻസിയർ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ. ഓക്കെ. അപ്പൊ എന്തായാലും എനിക്കൊന്ന് ഈ ഒരു ഫീൽഡിലേക്ക് വരാനായിട്ട് ഉള്ളുകൊണ്ട് കൊതിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പൊ അവർക്കുള്ള ഒരു ഹെഡ്സപ്പ്, അല്ലെങ്കിൽ അവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരു സീനിയർ ഡബിങ് ആർട്ടിസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതുപോലെ ചേച്ചിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡബിങ് ആർട്ടിസ്റ്റ് ആൻഡ് ആക്ട്രസ് ശ്രീജ രവി ഓൺ SK Hotspot with me RJ Jo. 89.6 FM സർഗക്ഷേത്ര SK Hotspot. സർഗക്ഷേത്ര 89.6 FM SK Hotspot ആണ്. കൂടെയുള്ളത് ജോ ആണ്. ഡിയർ ആൻഡ് നിയർ എന്ന സെഗ്മെന്റിന്റെ സെക്കൻഡ് ആൾ എത്തിയിട്ടുണ്ട്. ശ്രീജി ചേച്ചി റെഡിയാണോ? റെഡി. ഓക്കെ. 50 വർഷത്തോളമായിട്ട് ഡബിംഗ് മേഖലയിൽ ആ ഒരു ശബ്ദ സൗകുമാര്യം കൊണ്ട് നമ്മളെയൊക്കെ മനസ്സിങ്ങനെ ഇരുത്തിയിട്ടുള്ള ആ ഒരു ആർട്ടിസ്റ്റാണ് നമ്മുടെ കൂടെ എന്നുള്ളത്. ദ വൺ ആൻഡ് ഓൺലി ശ്രീജ രവി ഓൺ SK Hotspot. കൂടെ ഉള്ളത് ജോ ആണ്. ആൻഡ് ഡിയർ ആൻഡ് നിയർ എന്ന സെഗ്മെന്റിലേക്ക് പോകുമ്പോൾ ചേച്ചിക്കുള്ള അടുത്ത വ്യക്തിയുടെ ചോദ്യം ദേ പിടിച്ചോളൂ. ഡിയർ ആൻഡ് നിയർ. ഹായ്, നമസ്കാരം ചേച്ചി. അശ്വിൻ ഖനാലാണ്. ഒരുപാട് നാളായി ഇപ്പൊ ചേച്ചിയെ കണ്ടിട്ട്. ചേച്ചി നല്ല തിരക്കിലാണെന്നറിയാം. അപ്പോൾ എന്തായാലും ഇവരുടെ ഗസ്റ്റ് ഇന്ന് ചേച്ചിയാണെന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷം. അപ്പൊ ചേച്ചിയോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ചേച്ചിക്ക് ഡബിങ് ആണോ ആക്ടിങ് ആണോ കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്? അതുപോലെ തന്നെ ചേച്ചി അഭിനയിച്ച ഒരുപാട് സിനിമകളിൽ ഇപ്പൊ അഭിനയിച്ചു എന്ന് എല്ലാവർക്കും അറിയാം. ചേച്ചി അഭിനയിച്ച സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഡയറക്ടറിന്റെ കയ്യിൽ നിന്ന് ചേച്ചിക്ക് അപ്രീസിയേഷൻ കിട്ടിയ ഒരു സീനോ അല്ലെങ്കിൽ ഏത് മൊമെന്റ് ആയിരിക്കും ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ടാവുക? അതും കൂടെ ഒന്ന് പറയാമോ? അശ്വിൻ നല്ലൊരു ഡബിങ് ആർട്ടിസ്റ്റ് ആണ്.
എന്റെ ഡബിങ് ഫിലിംസിൽ ഞാൻ ഡബിങ് ഡയറക്ഷൻ ചെയ്ത ഡബിങ് ഫിലിംസിലൊക്കെ അശ്വിൻ ഡബ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കുട്ടിയാണ്. എന്റെ അടുത്തൊരു എന്താ പറയാ മകനെ പോലുള്ളൊരു മോനാണ്. എന്താ അതായത് ഡബിങ് ആണോ ആക്ടിങ് ആണോ കംഫർട്ട് എന്നും ചോദിച്ചാൽ ഡബിങ് ആണ് എനിക്ക് ഏറ്റവും എന്താ പറയാ, കാരണം ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഇപ്പൊ ഒരു കണ്ണും പൂട്ടി നിന്നിട്ട് ഒരു സീൻ ഞാൻ കണ്ടിട്ട് എനിക്ക് ഒരു എക്സ്പ്രഷൻ കൊടുക്കാനാണെങ്കിൽ ഇപ്പൊ ഒരു റണ്ണിങ് സീനാണ്, അല്ലെങ്കിൽ ഒരു കരഞ്ഞുകൊണ്ട് ഒരാള് എന്താ പറയാ വീഴുന്നതും അല്ലെങ്കിൽ കരയുന്നതും, ഒരു റേപ്പ് സീനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇപ്പൊ ഡയലോഗ്സ് ആയിട്ട് അല്ലാതെ ഉണ്ടാവില്ല, ഒരുപാട് ചിരിക്കുന്നതോ കരയുന്നതോ അങ്ങനെയൊക്കെ ഉള്ളത് എനിക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി. അത് ഓൺ ഫ്ലോ ഞാൻ ടേക്കിൽ തന്നെ പോകും അത്. അപ്പൊ അതെനിക്ക് വളരെ വളരെ എന്താ പറയാ ദൈവം സഹായിച്ച എന്റെ രക്തത്തിൽ ഒരു ഊറിയ ഒരു സംഭവം ആയിപ്പോയി അത്. ആക്ടിങ് ഇപ്പൊ ഈ അടുത്ത കാലത്താണ് ഞാൻ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയത്. അതായത് ആക്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് പെർഫോം ചെയ്യുന്നതല്ലേ. ക്യാമറ ലൈറ്റിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, കൂടെ അഭിനയിക്കുന്ന കോമ്പിനേഷനുള്ള അവരുടെ എവിടെ നമ്മൾ നോക്കണം, എല്ലാം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയിൽ പെടാനുണ്ട്. അപ്പോ ആക്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാരുടെ മുന്നിൽ വെച്ച് പ്രസന്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോ എനിക്ക് കൂടുതൽ ഞാനിപ്പോ അതില് അതൊരു ഇഷ്ടത്തോടു കൂടി ചെയ്യാൻ തുടങ്ങി, കുറച്ചുകൂടെ കംഫർട്ടബിൾ ലെവലിൽ ചെയ്യാൻ തുടങ്ങി. കാരണം മുൻപൊക്കെ എനിക്ക് ക്യാമറയുടെ മുമ്പിൽ നിൽക്കുമ്പോ അയ്യോ കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളൊക്കെ കറക്റ്റായി ചെയ്ത് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, തെറ്റ് പറ്റിയാലോ, ഞാൻ കാരണം വൺ മോർ ടേക്ക് പോവില്ല ഈശ്വര എന്നൊക്കെ പറഞ്ഞ ഒരു 10,000 എല്ലാ ദൈവങ്ങളെയും വിളിച്ചോണ്ടാണ് ഞാൻ എപ്പോഴും ആ സ്ഥാനത്ത് നിൽക്കുക. അത് മൈക്കിന്റെ മുമ്പിലാണെങ്കിലും അത് തന്നെയാണ് എന്റെ സ്ഥിതി. അത് പിന്നെ ഡയറക്ടറുടെ ഇൻസ്ട്രക്ഷനും ഉണ്ടാവുമല്ലോ. അപ്പൊ കംഫർട്ടബിൾ ലെവൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് ഡബിങ് ആണ്, സെക്കൻഡ് ആക്ടിങ്. പക്ഷെ ഇപ്പൊ കുറച്ച് അടുത്തായിട്ട് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. കാരണം ഇപ്പം ഒരുപാട് പേര് ഒരു ആർട്ടിസ്റ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടെ എനിക്കൊരു കംഫർട്ടബിൾ ലെവൽ. പാട്ടുകൾക്ക് ശേഷം ശ്രീജ ചേച്ചിയുടെ വിശേഷങ്ങൾ ഇനിയും ധാരാളം കേൾക്കാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര SK Hotspot. സർഗക്ഷേത്ര 89.6 FM SK ഹോട്ട്സ്പോട്ട് ആണ്. കൂടെയുള്ളത് ജോ ആണ്. നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡബിംഗ് ആർട്ടിസ്റ്റ് ആൻഡ് ആക്ട്രസ് ശ്രീജ രവി. ചേച്ചി ഒരു സെക്കൻഡ് ക്വസ്റ്റ്യനും കൂടി ഉണ്ടായിരുന്നു. ചേച്ചി ചെയ്തിട്ടുള്ള ഫിലിമിൽ അപ്രീസിയേഷൻ കിട്ടിയിട്ടുള്ള ഏത് സിനിമയിലാണ്, അല്ലെങ്കിൽ ഏത് സീക്വൻസ് ആണ് എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു. അത് പറയാനാണെങ്കിൽ പിന്നെ കഠിന കടോരമി അണ്ടകടാഹം, നമ്മുടെ ഡയറക്ടർ മുഹാസൻ, അതെനിക്ക് വളരെ ഒരു ക്ലോസ് ടു മൈ ഹാർട്ട് ആയിട്ടുള്ള ഒരു ഫിലിമാണ്. അത് എന്റെ ലൈഫുമായിട്ട് കുറച്ച് ബന്ധപ്പെട്ട ഒരു ഇതായതുകൊണ്ട് എനിക്ക് ഭയങ്കര ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റില്ലായിരുന്നു. എനിക്ക് എന്റെ വേറൊരു ശാകുന്തളം എന്ന് പറഞ്ഞ പടത്തിന്റെ ഡബിങ് ഡയറക്ഷൻ ചെയ്യായിരുന്നു മലയാളവും. അപ്പൊ അത് തീർത്തു കൊടുക്കേണ്ട ഒരു ഭയങ്കര പ്രഷറിൽ നിൽക്കുമ്പോഴാണ് ഇതിന്റെ ഡേറ്റ്സ് വന്നത്. അപ്പൊ ഡയറക്ടർക്ക് ഞാൻ ഒരുപാട് പറഞ്ഞു. എനിക്ക് ആ കഥ ഫോണിൽ കൂടെ കേട്ടപ്പോ തന്നെ ഐ റിയലി വാണ്ടഡ് ടു ഡു ദാറ്റ് റോൾ. അപ്പോ ഞാൻ ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത് കുറച്ചൊന്ന് ഡേറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരണം, എനിക്കത് ചെയ്യണം. അവസാനം ചെയ്യാൻ പറ്റില്ലേ എന്നുള്ള ഒരു സ്ഥിതി വന്നപ്പോ ഞാൻ ദേവ് മോഹൻ അല്ലേ നമ്മുടെ ആക്ടർ ദേവ് മോഹനാണല്ലോ ശാകുന്തളത്തിലെ നായകൻ. അപ്പൊ പുള്ളിയെ ഞാൻ വിളിച്ച് പറഞ്ഞു, മോനെ ഇങ്ങനെയുണ്ട് ഒരു സംഭവം, ഞാനിപ്പോ ശാകുന്തളം തീർത്തു കൊടുക്കണം, അവരുടെ റിലീസ് ഡേറ്റ് ഇങ്ങനെയാണ് പറയുന്നത്, അത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. റിലീസ് ഡേറ്റ് ഇവരിങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നു. നമുക്ക് ഈ പ്രഷർ കൊണ്ട് റിലീസ് ഡേറ്റിന് വേണ്ടി അടിച്ചു പിടിച്ച് ചെയ്യുകയും ചെയ്യുന്ന ഇടയിൽ നമുക്ക് വേറെ ഒരു പണിയും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നപ്പോ ഞാൻ ചോദിച്ചപ്പോ ദേവമോഹനാ പറഞ്ഞത്, ചേച്ചി ഒന്നും ആലോചിക്കണ്ട, ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് എങ്കിൽ ചേച്ചി അത് ചെയ്യണം, ചെയ്യാതിരിക്കല്ലേ എന്ന് പറഞ്ഞ് ദേവമോഹന്റെ ഒരൊറ്റ ഒരു ധൈര്യത്തിലാണ്. അപ്പൊ ഭാഗ്യത്തിന് ഇതിന്റെ റിലീസിംഗ് ഡേറ്റും ശാകുന്തളത്തിന്റെ റിലീസിംഗ് ഡേറ്റും മാറിപ്പോയി. പക്ഷെ അവര് നമ്മുടെ അടുത്ത് പറയില്ലല്ലോ, നമ്മള് കൊടുക്കേണ്ട ഒരു ബാധ്യസ്ഥത ഉള്ളത് കൊണ്ട് അവർക്ക് നമ്മൾ എങ്ങനെ എത്രയും വേഗം ചെയ്തു കൊടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ദേവമോഹന്റെ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഈ പടം ഏറ്റെടുത്ത് ലൈക്ക് കഠിന കടോരം ചെയ്യാൻ വേണ്ടിട്ട് ഓക്കെ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ആ സീന് കണ്ടവർക്ക് ഓർമ്മയുണ്ടാവും. അപ്പൊ അവിടെ ബേസിൽ വന്നിരുന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് ഞങ്ങൾ കരയും, അതിൽ ചിരിച്ചുകൊണ്ട് കരയുന്ന പോലെ ഒരു ഷോട്ട് ഉണ്ടാവും. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഡയറക്ടർ ആ ഒരു ഇത് കഴിഞ്ഞപ്പോ തന്നെ വന്നിട്ട് ഭയങ്കരമായിട്ട് ചേച്ചി അസലായിട്ടുണ്ട്, ഭയങ്കര ഇതായിട്ടെന്ന് പറഞ്ഞ അവരും ഇമോഷണലായി. അതൊരു ഇതായിരുന്നു. അപ്പൊ
അങ്ങനെ എന്നെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് മുഹാസിൻ ആ ഒരു പടത്തില്. പിന്നെ ഇപ്പൊ ഈ ലേറ്റസ്റ്റ് പറയുകയാണെങ്കിൽ വീരധീര സൂര്യനിൽ തന്നെ ഒരു ഫൈറ്റ് സീൻ ഉണ്ടാവും. ലാസ്റ്റ് ഈ പെരിയവർ വന്നിട്ട് എല്ലാവരും രാത്രി ആൾക്കാരൊക്കെ വന്നിട്ട് അടിച്ച് ഇതാക്കുന്ന, ഇപ്പൊ എന്നെയും ആ കൊച്ചുമക്കള് ഋഗ്വേദിനെയും ആവ്നിയും ഒക്കെ തള്ളിയിട്ടിട്ട് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അങ്ങോട്ടേക്ക് റൂമിന്റെ അകത്തേക്ക് തള്ളിവിട്ട അടിവിട്ടൊക്കെ നടക്കുമല്ലോ. അപ്പൊ ആ സമയത്ത് ഞാനിങ്ങനെ മുട്ടിട്ട് എഴിഞ്ഞിട്ട് അകത്തുനിന്ന് വന്നിട്ട് പുറത്തേക്ക് വരുന്ന ഒരു ഷോട്ട് ഉണ്ട്. അപ്പൊ അത് ഒരു രാത്രി തുടങ്ങിയ ഷോട്ട്, ഐ മീൻ ആ ഒരു സീന് വെളുപ്പിന് 6 മണിക്കങ്ങാണ്ടാണ് അത് തീരുന്നത്. അപ്പൊ അത്രയും പ്രാവശ്യം ഞങ്ങള് അത്രയും മെനക്കെട്ടിട്ട് അവിടെ തന്നെ നിന്ന് എല്ലാ ഷോട്ടും ഡയറക്ടർ എങ്ങനെയാ പറയുന്നത്, ഡിഫറെന്റ് ആംഗിൾസിലും എല്ലാം ഉണ്ടല്ലോ, ഒരുപാട് ആർട്ടിസ്റ്റ് ഇൻവോൾവ് അല്ലേ അതില്. അപ്പൊ അങ്ങനെ ആ ഒരു സീൻ അഭിനയിച്ച് വന്നപ്പോഴും അതിന് മുമ്പേ തന്നെ ചില ഷോട്ട്സ് ചെറിയ ചെറിയ സംഭവമാണെങ്കിലും ഡയറക്ടറിന് അപ്പൊ തന്നെ വന്നിട്ട് അമ്മ ഭയങ്കര ரொம்ப ഇയൽബാ പண்றீங்க എന്ന് പറയാം. അതായത് വളരെ നാച്ചുറൽ ചെയ്യുന്നത് വളരെ നന്നായിട്ടുണ്ട്, നമുക്ക് വേറെ ഒരു പ്രോജക്റ്റ് ചെയ്യാം എന്നൊക്കെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി 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 സൂപ്പർ. ഈ ഡബിങ്ങിൽ ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയിട്ടുള്ളത് ഏതായിരിക്കും ചേച്ചി? അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ഒരുപാട് പടങ്ങൾക്ക് ശബ്ദം കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അല്ലേ. അപ്രീസിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡയറക്ടർ സൈഡിൽ നിന്ന് നമ്മൾ അകത്തോട്ട് കയറുമ്പോ അവര് പറയും, ദേ ചേച്ചി നല്ല ഒന്ന് ജീവൻ വെപ്പിക്കണം, അത് ആ കറക്റ്റ് ഞാൻ വിചാരിച്ച പോലെ ആയിട്ടില്ല, ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ. അത് എല്ലാ ഡബിങ് ആർട്ടിസ്റ്റുകൾക്കുള്ള ഒരു പരാതി ആയിരിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ വെളിയിലേക്ക് വരുമ്പം ഭയങ്കര ജീവൻ വെച്ചു, ഇപ്പൊ ആ ക്യാരക്ടർ അടിപൊളിയായി, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. അത് കഴിഞ്ഞാ പിന്നെ ആരും അത്ര ഓർക്കല. ഇപ്പൊ നിറം എന്ന് പറഞ്ഞ ഒരു പടം എടുത്തോളൂ. നിറത്തില് ശാലിനിക്ക് അത്രയും മനോഹരമായിട്ടുള്ള സീൻസും കാര്യം എല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പടമാണ് ഞാൻ ചെയ്ത ജോലിയില്. പക്ഷെ അതിന്റെ ഒരു ഫംഗ്ഷൻ ഒക്കെ നടക്കുമ്പോ പോലും ഡബിങ് ആർട്ടിസ്റ്റായി എന്നെ ഒന്ന് വിളിക്കോ അല്ലെങ്കിൽ ഒരു മൊമെന്റോ തരോ, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മള് മറക്കും. ഡബിങ് ആർട്ടിസ്റ്റുകളെ പലപ്പോഴും ലാസ്റ്റ് ആകുമ്പോഴേക്ക് മറക്കും. ചില പടങ്ങളില് ഇപ്പൊ റൺ ബേബി, അമല റൺ ബേബി റൺ, അതില് ടൈറ്റിൽ പോലും ഇല്ല. അത് ഞാൻ വിളിച്ച് ചോദിച്ചു ഇതെന്തോ ടൈറ്റിൽ ഇല്ലാതെ, കാരണം അത് അമല പോളോ ഡബ് ചെയ്തു, വേറെ ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ഡബ് ചെയ്തു, എന്നിട്ട് ഫൈനൽ ആയിട്ടാണ് ഞാൻ പോയി റീഡബ് ചെയ്യുന്നത്. എന്നിട്ട് പോലും നിങ്ങൾ പേര് വെച്ചില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, അയ്യോ സോറി അത് വിട്ടുപോയി എന്ന് പറഞ്ഞു. അപ്പൊ ഡബിങ് ആർട്ടിസ്റ്റുകൾക്ക് അത്രയ്ക്ക് എല്ലാവരുടെ എന്താ പറയട്ടെ മനസ്സിലെ സ്ഥാനം അല്ലേ, ഒരു വാല്യൂ കാണുന്നത് അത്രയ്ക്കേ ഉള്ളൂ. പിന്നെ വേറെ ഒരു അപ്രിസിയേഷൻ പറയണം, അതായത് ബൽറാം വേഴ്സസ് താരാദ, കത്രീന കൈഫ് അല്ലേ? അതെ അതെ, ഇത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളത്, എന്നാലും പറയാലോ, ഒരു വലിയ കാര്യമല്ലേ. അപ്പൊ ഞാൻ അതില് കത്രീനയ്ക്ക് കുറച്ച് ഡബ് ചെയ്തിട്ട് പിറ്റേ ദിവസം ഡബ് ചെയ്യാൻ പോകുമ്പോൾ മമ്മൂക്ക അവിടെ ഇരിക്കണ്ടായിരുന്നു. അപ്പൊ മമ്മൂക്ക കുറച്ച് ഡബ് ചെയ്തിട്ട് വെളിയിൽ ഇരിക്കുമ്പോ ഞാൻ അവിടെ ചെന്നപ്പോ മമ്മൂക്ക ചോദിച്ചു, താനാണോ ഡബ് ചെയ്തത് കത്രീന കൈഫ്? ഞാൻ പറഞ്ഞ അതെ മമ്മൂക്ക. ഇപ്പൊ പെണ്ണിനോട് ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്, നന്നായിട്ട് മമ്മൂക്കയുടെ സ്വീറ്റ്. അത് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, എന്നാലും എനിക്ക് ഭയങ്കര നമുക്കൊരു വലിയൊരു അവാർഡ് കിട്ടിയ ഒരു ഫീൽ അല്ലേ, ഒരു ബോണസ് ആണ് നമുക്കത്. അടിപൊളി അടിപൊളി. അപ്പൊ ഞാനേ ഇനി ഇപ്പം മമ്മൂക്ക എന്ന് പറയുന്നത് ഇപ്പം പലരും ഇപ്പം എന്താ സിനിമയെ ഭയങ്കരമായിട്ടും പഠിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നവരായിക്കോട്ടെ, സിനിമ ഭയങ്കര ജീവന തുല്യം സ്നേഹിക്കുന്നവരൊക്കെ പറയുന്ന ഒരു കാര്യത്തിനാണ് മമ്മൂക്ക, ലാലേട്ടൻ തുടങ്ങിയവരൊക്കെ. മമ്മൂക്ക എസ്പെഷ്യലി ഇപ്പം ഡബിങ്ങിലേക്ക് വരുവാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ശബ്ദമേ, പുള്ളിക്കാരൻ അത്ര ഗംഭീരമായിട്ടാണ് ഓരോ കഥാപാത്രങ്ങൾക്കും അദ്ദേഹം തന്നെ ഡബ് ചെയ്യുമ്പോൾ കൊടുക്കുന്നത് എന്നുള്ളത്. അപ്പം ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഇപ്പം മറ്റ് നടന്മാരുടെ അല്ലെങ്കിൽ അവരുടെ ശബ്ദം കൊടുത്തിട്ടുള്ള ചേച്ചിക്ക് ഫേവറേറ്റ് ആയി മാറിയിട്ടുള്ള സിനിമകൾ ഏതൊക്കെയാണ് എന്ന് അറിയാനായിട്ട് താല്പര്യമുണ്ട്. അത് കേൾക്കാനുള്ള സമയമാണ്. എന്തായാലും നമ്മൾ ബൽറാം വേഴ്സസ് താരാദാസിന്റെ കഥയൊക്കെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അതിലെ മത്താപ്പൂവ് എന്ന് പറഞ്ഞുള്ള ഒരു അടിപൊളി പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ അടിപൊളി വിശേഷങ്ങളുമായിട്ട് SK ഹോട്ട്സ്പോട്ടിൽ കൂടെയുള്ളത് ജോ ആണ്, നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ശ്രീജ രവി, ദ ഡബിംഗ് ആർട്ടിസ്റ്റ് ആൻഡ് ആക്ട്രസ്. അപ്പം ശ്രീജ ചേച്ചിയുടെ വിശേഷങ്ങൾ പാട്ടുകൾക്ക് ശേഷം കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM കാതോരം, കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Hotspot.
സർഗക്ഷേത്ര 89.6 FM-ൽ SK ഹോട്ട്സ്പോട്ട് ആണ് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ശ്രീജ രവി. ശ്രീജ ചേച്ചി 50 വർഷമായി ഈ ഒരു ഡബ്ബിംഗ് മേഖലയിൽ, അതുപോലെ തന്നെ അഭിനയത്തിലും ഇപ്പം സാന്നിധ്യം ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, മലയാളത്തിലും തമിഴിലും ഒക്കെ. അപ്പം ചേച്ചി ഒരുപാട് സിനിമകൾ, ഇപ്പം ഇഷ്ടംപോലെ നടിമാർക്ക് അതുപോലെ ഒക്കെ ശബ്ദം പകർന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ മറ്റ് സിനിമകളൊക്കെ കാണുമ്പോൾ തന്നെ ചേച്ചി ഇത് ഡബ് ചെയ്യുന്നതൊക്കെ ശ്രദ്ധിക്കുമായിരിക്കും. ഇവരെങ്ങനെയാണ് ഡബ് ചെയ്തത്, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെയൊക്കെ വരുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അതൊക്കെ തലയിൽ കൂടെ പോയിട്ടുണ്ടായിരിക്കും. അപ്പം ചേച്ചിയുടെ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, മറ്റ് നടിമാരെ അല്ലെങ്കിൽ നടന്മാരെ ഡബ് ചെയ്തതിൽ ചേച്ചിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ആരുടെയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ എപ്പോഴും ഓർത്ത് നിൽക്കുന്നത് ആരുടെ ആയിരിക്കും? ഇപ്പൊ മലയാളത്തിലാണെങ്കിൽ എനിക്ക് മമ്മൂക്കയുടെ വോയിസും മമ്മൂക്കയുടെ റെൻഡറിങ്ങും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അമരത്തിൽ എനിക്കും മമ്മൂക്കയ്ക്കും കോമ്പിനേഷനും ഉണ്ടായിരുന്നല്ലോ. മമ്മൂക്കയുടെ വോയിസിന്റെ ഒരു വോയിസ് എന്ന് മാത്രമല്ല, ആ ഒരു നാച്ചുറൽ റെൻഡറിങ്ങില് സങ്കടമൊക്കെ പ്രകടിപ്പിക്കുന്ന ഓരോ പോർഷൻസ് ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര ഒരു നമുക്ക് ഉള്ളിൽ തട്ടുന്ന പോലത്തെ ഒരു വളരെ വളരെ നമ്മൾ തന്നെ വിങ്ങുമ്പോ വരുന്ന ഒരു ശബ്ദത്തിലൂടെ, ആർട്ടിഫിഷ്യൽ അല്ലാതെ വളരെ നാച്ചുറൽ ആയിട്ട് വരില്ല. അത് മമ്മൂക്കയുടെ വോയിസിലൂടെ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് പറയാതിരിക്കാൻ വയ്യ. അത്രയ്ക്ക് ഒരു ഗാംഭീര്യമുള്ള ആ ശബ്ദത്തില് എല്ലാ ഇമോഷനും ബ്യൂട്ടിഫുൾ ആയിട്ട് റെൻഡർ ചെയ്യുന്ന ഒരു ഇതായിട്ടാണ് ഞാൻ ഭയങ്കര ഒരു ഫാനാണ് അതിന്, മമ്മൂക്കയുടെ ഫാനുമാണ്. പിന്നെ അതുപോലെ ഇപ്പൊ ലാലേട്ടൻ എന്ന് വെച്ചാൽ ലാലേട്ടന്റെ റെൻഡറിങ്ങും എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ലാലേട്ടൻ ഭയങ്കര കുസൃതി. ഇപ്പൊ കാറ്റത്തി കിളിക്കൂടിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഡബ് ചെയ്തിട്ടുണ്ട്. ഞാൻ രേവതിക്കും ലാലേട്ടന്റെ പോർഷനും. അപ്പോ ഭയങ്കര കുസൃതിയായിട്ടുള്ള ഒരു സംഭവമൊക്കെ ലാലേട്ടന്റെ വോയിസിൽ ആ പ്രസന്റേഷൻ കേൾക്കാൻ, അത് ചിലപ്പോ മമ്മൂക്കയ്ക്ക് ചിലപ്പോ ആ ഒരു സംഭവം കിട്ടില്ല. അത് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവമല്ല. അപ്പൊ ലാലേട്ടന്റെ ശബ്ദവും ആ റെൻഡറിങ് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഡബിങ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ എനിക്ക് സരിത ചേച്ചി, നമ്മുടെ ആർട്ടിസ്റ്റ് സരിത ചേച്ചിയില്ലേ, അവര് തമിഴിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അവരുടെ റെൻഡറിങ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം വളരെ സോഫ്റ്റ് ആയിട്ട് ഒരു നമുക്ക് കൊതി തോന്നുന്ന ഒരു വോയിസ് ആണ് അവര് റെൻഡർ ചെയ്യുന്ന ആ ഒരു സ്റ്റൈല്. എനിക്ക് അവരുടെ വോയിസ് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ സവിത എന്ന് പറയുന്ന ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ഉണ്ട്, സവിത റെഡ്ഡി. അവൾ ഇതുപോലെ ഭയങ്കര കുസൃതി സ്മാർട്ട് ആയിട്ടുള്ള അടിപൊളി ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള കുട്ടിയാണത്. ഭയങ്കര ഇഷ്ടമാണ്. തമിഴിലേക്ക് പോവുകയാണെങ്കിൽ മറ്റ് ആക്ടേഴ്സ്, ഇപ്പം നമ്മുടെ മമ്മൂക്ക, ലാലേട്ടൻ പറഞ്ഞ പോലെ തമിഴിൽ ചേച്ചി ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ള ആക്ടേഴ്സ് നോക്കുവാണെങ്കിൽ? തമിഴിൽ എന്താന്ന് വെച്ചാല് എനിക്ക് എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കമൽ ഹാസൻ സാറിനെ ഓർമ്മ വന്നേ. അല്ല, കമൽ സാറിന്റെ ഇപ്പൊ രജനി സാറിന്റെ അത് വേറെ ഒരു സ്റ്റൈല്. എനിക്ക് അത് രസമാണ്. കാരണം അത് നമ്മളെ പോലെ ഫാൻ ബേസിനുള്ള ഒരു റെൻഡറിങ് സ്റ്റൈലുമാണ്. അത് എനിക്ക് ഇഷ്ടമാണ്. കമൽഹാസൻ സാറിന്റെ ഇഷ്ടമാണ്, വോയിസ് ഇഷ്ടമാണ്, ഇല്ല എന്നല്ല, വോയിസും റെൻഡറിങ്ങും ഇഷ്ടമാണ്. എന്നാലും മലയാളത്തിനെ നമ്മൾ മലയാളീസിനെ കമ്പയർ ചെയ്യുമ്പം ആ ഒരു സ്റ്റൈൽ അല്ലല്ലോ ഇവിടെ. അപ്പൊ അതിൻ്റെതായ ഒരു ഡിഫറൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് ഈ റെൻഡറിങ് ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ആത്മാർത്ഥമായിട്ട്. ഓക്കെ, അങ്ങനെ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഉത്തരം ഇനി പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ഇപ്പം ചേച്ചി തമിഴിലും അല്ലെങ്കിൽ മറ്റ് ആക്ടേഴ്സൊക്കെ അഭിനയിക്കുന്നത് എത്രത്തോളം ഇഷ്ടമാണ്, അല്ലെങ്കിൽ അത് എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ സ്വന്തം ഫാമിലിയിലേക്കൊന്ന് പോവുകയാണെങ്കിൽ രവീണ രവി, നമുക്കറിയാം നയൻതാര അല്ലെങ്കിൽ ഐ പോലുള്ള സിനിമകളിലൊക്കെ നല്ല കിഡിലനായിട്ടല്ലേ നമ്മളിങ്ങനെ, അതെ, എമി ജാക്സന്റെ ആ ഒരു സൗണ്ട് ഒക്കെ കൊടുത്തപ്പോൾ ആരാണ് ഈ ശബ്ദം എന്നൊക്കെ അന്വേഷിച്ച് പോയിട്ടുണ്ട് നമ്മളൊക്കെ. അപ്പം തമിഴിൽ ഒരുപാട് ലീഡിങ് റോൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മലയാളത്തിൽ ഒരുപാട് കഥാപാത്രങ്ങളെ ശബ്ദം കൊടുത്തിട്ടുണ്ട്. അപ്പം മകളായിട്ടുള്ള രവീണ രവിയെ കുറിച്ച് എന്താണ് ശ്രീജ രവി എന്ന അമ്മയ്ക്കും ഡബിങ് ആർട്ടിസ്റ്റിനും പറയാനായിട്ടുള്ളത്? നമുക്കറിയാം ഇപ്പം മക്കളുടെ ഒരു കാലഘട്ടമാണ്. പണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്ന ഒരുപാട് പേര് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നവരുടെയൊക്കെ മക്കള് വരുമ്പോൾ നമുക്ക് അവരോട് ഒരു ഇഷ്ടം തോന്നിപ്പോകും അല്ലേ? അവരിങ്ങനെ തകർത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് ചേച്ചിക്ക് എന്താണ് പറയാനായിട്ടുള്ളത്? എനിക്ക് ഒരുപാട് സന്തോഷവും അഭിമാനവും ഉണ്ട്. ദൈവത്തിനോട് നന്ദിയും പറയുന്നു. കാരണം
എല്ലാ ആർട്ടിസ്റ്റുകളുടെയും അല്ലെങ്കിൽ നമ്മളെ പോലെ എല്ലാ ടെക്നീഷ്യൻസിന്റെ മക്കളും അതുപോലെ ആ ഒരു ഫീൽഡിലേക്ക് വരണം എന്നില്ലല്ലോ. അപ്പൊ എന്റെ മോളും പ്രതീക്ഷിക്കാതെയാണ് ശരിക്ക് ചെറുപ്പത്തിലേ അവള് ഡബ് ചെയ്യുമായിരുന്നെങ്കിലും അവളുടെ ഒരു പ്രൊഫഷനായിട്ട് ഇത് മാറുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച് അങ്ങനെ ചെയ്തതല്ല. ഇതിപ്പോ 3ാമത്തെ തലമുറയാണ്, എന്റെ അമ്മ, ഞാൻ, എന്റെ മോളും. അപ്പം അവള് നല്ല അവളുടെ വോയിസ് നല്ല എന്നെക്കാളും നല്ല ടെക്സ്റ്റേർഡ് വോയിസ് ആണ്, കുറച്ചുകൂടെ ഒരു ബെറ്റർ ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ തന്നെയാണ് സിദ്ദിഖയുടെ അടുത്ത് സജസ്റ്റ് ചെയ്യുന്നത്. ഭാസ്കർ ദി റാസ്കലില് നയൻതാരയുടെ ആ ഒരു കറന്റ് ലുക്ക് കണ്ടപ്പോ ഭയങ്കര അടിപൊളിയായിരിക്കുന്നു. അവരും ഒരു ഭയങ്കര ട്രാൻസ്ഫോർമേഷനിലാണ് അവര് ലുക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, അതുവരെ ഞാൻ ഡബ് ചെയ്യായിരുന്നല്ലോ അവർക്ക്. അപ്പൊ ഞാൻ തന്നെയാണ് ഒരുപാട് നിർബന്ധിച്ചിട്ട്, സർ ഇങ്ങനെ എന്റെ മോളെ ഡബിങ്ങിലേക്ക് വരുത്താൻ വേണ്ടിയിട്ടും അങ്ങനെ ഒന്നും ഞാൻ ഉദ്ദേശിച്ചില്ല. ആ ക്യാരക്ടർ നന്നാവണം, എന്നെക്കാളും എന്റെ മോള് ചെയ്താൽ അവർക്ക് കുറച്ചുകൂടെ ഒരു പ്ലസ് ആയിരിക്കും അതെന്നുള്ള എന്റെ ഒരു വളരെ ആത്മാർത്ഥമായ ഒരു ഇതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്തത്. അപ്പൊ ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്യണമെങ്കിൽ എന്റെ മോൾക്ക് അതിന്റെ കഴിവ് ഉണ്ടെന്നുള്ള ഒരു അതെ വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ തന്നെയാണ് അത് ഇരുന്നിട്ട് ഫുൾ പടം അവൾക്ക് കണ്ടക്ട് ചെയ്ത് കൊടുത്തത്. അവൾക്ക് എന്താ വെച്ചാൽ തമിഴ് ഇവിടെ ജനിച്ച കുട്ടി ആയതുകൊണ്ട്, പിന്നെ മലയാളം നമ്മുടെ വീട്ടിലെ തലശ്ശേരിയും കണ്ണൂർ ഭാഷയാണ് സംസാരം. അപ്പൊ അതിന്റെ പേടിയാണ് അവൾക്ക്. അത് കാരണം കുറച്ചൊരു റിജിഡിറ്റി അവളുടെ ഒരു ഫ്ലോയിൽ ഉണ്ടാകും. കാരണം ആ ഒരു ഇങ്ങനെ തലശ്ശേരിയിലേക്ക് പോവാതെ ഒരു കോമൺ മലയാളത്തിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള, പക്ഷെ എന്നാലും മോള് വളരെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് അത് ചെയ്തു. എന്ത് രസാ ശബ്ദമൊക്കെ കേൾക്കാനായിട്ട്. അമ്മയും മോളും ഒരുമിച്ചുള്ള സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ അതെല്ലാം അത് കണ്ടിട്ട് മമ്മൂക്കയും നയൻതാരയും തന്നെ വളരെ അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു മോളെ. ഓ ഗ്രേറ്റ്, സൂപ്പർ. ഓക്കെ, അപ്പൊ എന്തായാലും രവീണയോടും നമ്മുടെ സർഗക്ഷേത്ര 89.6 FM ഒരു അന്വേഷണം ചേച്ചി എന്തായാലും അറിയിച്ചേക്കണം. മോളുടെ 2 മലയാള പടവും 2 തമിഴ് പടവും റിലീസ് ആവാനുണ്ട്. അഭിനയിച്ചത് ആസാദി പിന്നെ വള 2 പടത്തിലും മോള് നായികയാണ്. അതുപോലെ തമിഴില് ക്രിമിനൽ പിന്നെ കാതലയിൽ ഞാനും അഭിനയിച്ചിട്ടുണ്ട്. കോമ്പിനേഷൻ അല്ല, പക്ഷെ ഞാൻ ഭാരതിരാജ സാറിന്റെ വൈഫായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മോള് വേറൊരു റോളും. കോമ്പിനേഷൻ വരുന്ന സിനിമകൾ ഇനി ഉണ്ടായിരിക്കും. അതങ്ങനെയാണെങ്കിൽ ഒരു എപ്പിക് അല്ലേ, ഒരു ഇതായി മാറിയ അമ്മയും മക്കളും ഡബിങ് ആർട്ടിസ്റ്റ് അതിൽ തന്നെ ഒരുമിച്ച് ഒരേ സിനിമയില്, അതെന്തായാലും ഗംഭീരമായില്ല. ഇപ്പൊ ഒരു പടം ചെയ്യേണ്ടതായിരുന്നു ഇപ്പോൾ, പക്ഷെ ഞാൻ അമ്മയായിട്ടല്ല അമ്മമ്മയായിട്ട്. പക്ഷെ അത് ചെയ്യാൻ ഞങ്ങള് പുറപ്പെട്ടതായിരുന്നു. പക്ഷെ അപ്പോഴേക്ക് വേറെ ഒരു ക്ലാഷ് വന്ന ഡേറ്റിന്റെ ഇതും അങ്ങോട്ടും ഇങ്ങോട്ടും ആയി. നമുക്ക് ഇനി എക്സ്പെക്ട് ചെയ്യാൻ വെച്ചതാ സിനിമ അല്ല, അത് അവർക്ക് അപ്പൊ തന്നെ അത് ഡേറ്റ്സ് തീരെ ഉണ്ടായിരുന്നില്ല. ലൈക്ക് ദേ കുഡന്റ് വെയിറ്റ്. അങ്ങനെ അത് നമ്മൾ മിസ് ചെയ്യേണ്ടി വന്നു. അത് ഭയങ്കര സങ്കടമായി പോയി. എന്തായാലും ഇനി അങ്ങനെയുള്ള ഒരു അവസരം വരും. ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. കാരണം അങ്ങനെ ഒരു എപ്പിക് കോമ്പിനേഷൻ വരുന്നത് ഗംഭീരമാണ്. അതെന്തായാലും അങ്ങനെ ഒരു ചാൻസ് വന്നു, ഇനിയും വരുന്നതായിരിക്കും. എന്തായാലും നമ്മൾ ശ്രീജ രവി എന്ന ഡബിങ് ആർട്ടിസ്റ്റിന്റെ വിശേഷം, മകളുടെ വിശേഷം, രവീണ രവിയുടെ വിശേഷങ്ങളൊക്കെ കേട്ടു. ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ SK ഹോട്ട്സ്പോട്ടിൽ നമുക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്, അറിയേണ്ടതായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര SK Hotspot. സർഗക്ഷേത്ര 89.6 FM SK ഹോട്ട്സ്പോട്ട് ആണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ സ്വന്തം ശ്രീജ രവി. നമ്മുടെ സ്വന്തം എന്ന് പറയുമ്പോൾ മലയാളികൾ പറയും ഞങ്ങളുടെ സ്വന്തം, തമിഴിൽ ചെല്ലുകയാണെങ്കിൽ അവർ പറയും ഞങ്ങളുടെ സ്വന്തം എന്ന് പറയാറിരിക്കുകയാണ്. കാരണം തമിഴിലും മലയാളത്തിലുമൊക്കെ ഒരുപാട് സിനിമകളിൽ ഒരുപാട് നടിമാർക്ക് ശബ്ദം കൊടുത്തിട്ടുള്ള ഡബിങ് ആർട്ടിസ്റ്റ്. അതുപോലെ തന്നെ തമിഴിലും മലയാളത്തിലും ഇഷ്ടംപോലെ സിനിമകൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അഭിനയത്തിലും സാന്നിധ്യം ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇന്ന് കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ടുള്ള ശ്രീജ ചേച്ചി. പണ്ട് ആളുകൾക്ക് ഇപ്പം ശ്രീജ രവി എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ, അല്ലെങ്കിൽ കാവ്യ മാധവൻ എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന മനസ്സിലേക്ക് വരുന്ന ശബ്ദം ചേച്ചിയുടെ ശബ്ദമായിരുന്നു. അപ്പം ഞാൻ ചേച്ചി പണ്ട് പറഞ്ഞൊരു കാര്യം ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ട്രെയിനിൽ മറ്റെവിടോ ചേച്ചി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചേച്ചി ഇങ്ങനെ സംസാരിച്ചപ്പം ഒരാൾ പറയും ഇത് കാവ്യയുടെ സൗണ്ട് അല്ലേ എന്നിങ്ങനെ പറഞ്ഞപ്പോഴാണ് കൂടുതൽ ആളുകളിലേക്കും ഇങ്ങനെ ഒരു വ്യക്തി ഇതാണ് ഇതിൻ്റെ പിന്നിൽ എന്ന ആളുകളിലേക്ക് എത്തുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് നോക്കുവാണെങ്കിൽ ഡബ്ബിങ് ചെയ്ത അല്ലെങ്കിൽ ഇത് ശ്രീജ രവിയുടെ ശബ്ദമാണ്, മറ്റേതാണ് കാവ്യ മാധവന്റെ ശബ്ദം എന്നുള്ളത് നമുക്ക് കുറച്ചും കൂടി അതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്കറിയാം. അപ്പം ഇതുകൊണ്ട് എന്തെങ്കിലും വ്യത്യാസം ഡബ്ബിംഗ് മേഖലയിൽ എന്തെങ്കിലും വ്യത്യാസം അല്ലെങ്കിൽ ഇങ്ങനെ എക്സ്പോഷർ കൂടുതൽ കിട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾക്ക്. അപ്പം ഇതിന്റെ ഒരു പ്രോസ് ആൻഡ് കോൺസ് എന്തൊക്കെയാണ്? അതായത് പണ്ടത്തെ കാലത്ത് പിന്നെ ട്രെയിനിൽ പോകുമ്പം എന്റെ ശബ്ദം കേട്ടിട്ട് റെക്കഗ്നൈസ് ചെയ്തതല്ല.
അതായത് ഞങ്ങൾ ഇങ്ങനെ കോ പാസഞ്ചേഴ്സിന്റെ സംസാരിക്കുമല്ലോ. അപ്പോ അവരെന്ത് ചെയ്യുന്നു ഏത് ചെയ്യുന്നു ഒക്കെ ചോദിക്കുമ്പോൾ കാഷ്വൽ ആയിട്ട് നമ്മൾ പറയല്ലോ ഡബിങ് ആർട്ടിസ്റ്റ് ആണ്, അപ്പൊ ആർക്ക് ഡബ് ചെയ്യുന്നു ചോദിക്കുമ്പോൾ നമ്മൾ കാവ്യ മാധവൻ, ശാലിനി കാവ്യ മാധവനോ അത് അവരുടെ സ്വന്തം ശബ്ദമല്ലേ, ഞങ്ങൾ ഇത്രയും കാലം കാവ്യയുടെ ശബ്ദമാണെന്നാ വിചാരിച്ചത് എന്ന് പറഞ്ഞിട്ട് അവര് റെക്കഗ്നൈസ് ചെയ്യായിരുന്നു. പക്ഷേ ഇപ്പോ ഒരു ഈ ലാസ്റ്റ് മന്ത് ഞങ്ങള് ഒന്ന് ദുബായ് പോയപ്പോ അബുദാബിയിൽ അവിടുത്തെ ഒരു മോസ്ക് ഇല്ലേ, ഗ്രാൻഡ് മോസ്ക്, അത് കാണാൻ വേണ്ടി പോയിരുന്നു. അപ്പൊ അവിടുത്തെ സെക്യൂരിറ്റീസ്, ഞാൻ ചുമ്മാ ലൈനിൽ നിൽക്കുമ്പോ എന്തോ സംസാരിച്ചപ്പോ എന്റെ ഇപ്പോഴത്തെ കോലം കണ്ടാൽ ശരിക്ക് അവർക്ക് റെക്കഗ്നൈസ് ചെയ്യാനേ പറ്റില്ല. എന്റെ ശബ്ദം കേട്ടിട്ട് അവർ പറയുന്നത് നിങ്ങൾ ഡബിങ് ആർട്ടിസ്റ്റ് അല്ലേ എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി. കാരണം 2-3 സ്പോട്ടിൽ അത് സംഭവിച്ചു. മലയാളീസ് ആണെന്ന് തോന്നുന്നു അവര്, ആണെന്ന് തോന്നുന്നു, അല്ല ആണ് തന്നെ. അപ്പോ അങ്ങനെ അവര് ആ ഒരു സൗണ്ട് കേട്ടിട്ട് റെക്കഗ്നൈസ് ചെയ്തത് മോസ്റ്റ്ലി ബിക്കോസ് ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ സപ്പോർട്ടാണ്. കാരണം ഇന്ന് ഒരുപാട് ഫാൻസ്, വളരെ ഇന്നത്തെ കാലഘട്ടത്തിൽ ന്യൂ ജനറേഷൻ പിള്ളേര് ഞാൻ എന്റെ കാര്യം പറയട്ടെ, എന്റെ വീഡിയോസ് ഒരുപാട് ഞാൻ ഡബ് ചെയ്ത ഫിലിംസ്, പിന്നെ ഉല്ലാസ് സോമൻ എന്ന് പറഞ്ഞിട്ട് ഒരു മോനുണ്ട്, കോട്ടയത്താണ് അവൻ. ചിലപ്പോ ഇത് കോട്ടയത്തൊക്കെ വരുന്ന അവൻ ചിലപ്പോ കേൾക്കുമ്പോ സന്തോഷിക്കും, പാവം. അവനാണ് സത്യം പറഞ്ഞാല് ഒരുപാട് എന്റെ പടങ്ങളുടെ ഞാൻ പോലും മറന്നിരിക്കുന്ന പടങ്ങള് പിന്നെ ഇതുപോലെ ക്ലിപ്പിംഗ്സ് ആക്കിയിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചത് ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു. അന്ന് തുടങ്ങിയിട്ട് ഓരോ ഡബിങ് ആർട്ടിസ്റ്റുകളുടെ, അവൻ എന്റെ മാത്രമല്ല, അവൻ ശബ്ദത്തിനോട് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ്. ഒരുപാട് ഡബിങ് ആർട്ടിസ്റ്റുകളുടെ ക്ലിപ്പിംഗ്സും ഒരുപാട് ഇൻഫർമേഷൻ എന്റെ അടുക്കൽ നിന്ന് വാങ്ങിച്ചിട്ട് ഞാൻ അവരുടെ നമ്പറൊക്കെ കൊടുത്ത് അങ്ങനെ അവരുടെ ക്ലിപ്പിംഗ്സ് ഏതൊക്കെ പടങ്ങളാന്ന് നോക്കി ഒരു ഡബിങ് ആർട്ടിസ്റ്റുകൾ നല്ലോണം ഇപ്പൊ ജനങ്ങൾ അറിയുന്ന രീതിയിലായിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ സുധി എന്ന് പറയുന്ന ഒരു കുട്ടി, പിന്നെ രാഹുൽ, അഖിൽ ഷാ, കുറെ പേര്, പിന്നെ എനിക്ക് പേര് ഓർമ്മ കിട്ടുന്നില്ല പെട്ടെന്ന്, കണ്ണൻ, ഒരുപാട് പേരിങ്ങനെ വീഡിയോസ് ഇറക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ വെച്ചാല് അങ്ങനെയാണ് കൂടുതൽ ആൾക്കാർക്ക് ഇന്ന വോയിസ് ഇവരാണ് ചെയ്തത്. ഞാൻ തന്നെ ചില പടങ്ങൾ ഇത് ഞാൻ ചെയ്തതാണോന്ന് ആ ക്ലിപ്പിംഗ്സ് ഒക്കെ കണ്ടിട്ട് ഞാൻ അന്തം വിട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കൂടുതൽ പബ്ലിക്കിലേക്ക് റീച്ച് ചെയ്യാനുള്ള ഒരു സംഭവം ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ വഴിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ അത് കാരണം ഇന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നത് ഇതുവഴിയാണ് നമ്മളെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിയതും അവര് അംഗീകരിക്കുന്നതും അപ്രിസിയേഷനും ഒരുപാടുണ്ട് ഇപ്പൊ ഇന്ന്. ഓക്കെ, അടിപൊളി. ഇപ്പൊ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പം കൂടുതലും ശ്രീജ രവി എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ആ ഒരു മുഖം ഇപ്പോൾ നമ്മുടെ ഒക്കെ മനസ്സിലേക്ക് കിട്ടുന്നുണ്ട്. പണ്ട് നമ്മൾ ആ ശബ്ദം കേൾപ്പിക്കുന്നത്, പക്ഷേ ഇന്ന് ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകളിലേക്ക് ഇതാണ് ആ രൂപം എന്നുള്ളത് ആളുകളിലേക്ക് എത്തുന്നുണ്ട്. എന്തായാലും രൂപം കാണുമ്പോഴാണ് പ്രശ്നം. രൂപം കണ്ടിട്ട് എന്റെ ശബ്ദം കേൾക്കുമ്പോഴാണ് എന്തിനാ ഈ രൂപത്തിന് ഇത്രയും ഇങ്ങനെ ഒരു ശബ്ദം. അയ്യോ, അത് ഇപ്പം ചേച്ചി അത് ഭയങ്കര സർക്കാസ്റ്റിക് ആയിട്ട് പറയുവാണെങ്കിൽ നമുക്ക് അതിശയിച്ചു പോവേ. അയ്യോ, ഈ രൂപത്തിൽ നിന്നാണ് ഇത്രയും ഒരു ചെറുപ്പം കൈൻഡ് ഓഫ് ഒരു ശബ്ദം വരുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും. അതിന് ഇത് ഡബ് ചെയ്താണോ എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നും. ഓക്കെ. അപ്പൊ നമ്മള് ശ്രീജ രവി എന്ന ഡബിങ് ആർട്ടിസ്റ്റിന്റെ വിശേഷങ്ങൾ ഓരോന്നൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനി ചേച്ചിയുടെ കുടുംബത്തെ കുറിച്ച് കേൾക്കേണ്ടതായിട്ടുണ്ട്. വീട്ടിലാരൊക്കെയുണ്ട് തുടങ്ങിയതൊക്കെ നമുക്ക് കേട്ടറിയാം. തലശ്ശേരിയിലാണ്, കണ്ണൂർ തുടങ്ങിയതൊക്കെ നമ്മൾ കേട്ടു. ഇനിയിപ്പം കുറച്ച് വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്, വീട്ടു വിശേഷങ്ങളിലേക്ക് പോകുന്നു. കാരണം നമുക്കറിയാം വിഷു ആണ് വരാനായിട്ട് പോകുന്നത്. വിഷു വിശേഷങ്ങളൊക്കെ നമുക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട് SK ഹോട്ട്സ്പോട്ടിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര SK Hotspot. സർഗക്ഷേത്ര 89.6 FM SK ഹോട്ട്സ്പോട്ട് ആണ്. കൂടെയുള്ളത് ജോ ആണ്. 50 വർഷത്തോളമായി ഡബിംഗ് എന്ന മേഖലയിൽ തന്റെ ശബ്ദം ഉറപ്പിച്ച ശ്രീജ രവി എന്ന ഡബിംഗ് ആർട്ടിസ്റ്റ് ആൻഡ് ആക്ട്രസ് ആണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. വീരധീര സൂരൻ എന്ന സിനിമയിൽ അടിപൊളിയായിട്ടുള്ള ഒരു കഥാപാത്രമൊക്കെ ചെയ്ത് അതിന്റെ ഒരു പവറിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന ചേച്ചി. അല്ല, നമ്മൾ പവർ ആണല്ലോ അല്ലേ, നമ്മളായിട്ട് പവർ കുറയ്ക്കരുത്. വീരധീര സൂര്യൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് വിക്രം സാറിന്റെ ഒരു സിനിമ വരിക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അദ്ദേഹത്തിന്റെ ക്യാരക്ടേഴ്സ് എപ്പോഴും ഒരു വ്യത്യസ്തമായിരിക്കും. അപ്പം ഒരു പവർഫുൾ പടം തന്നെയാണ് വരുന്നത്. പക്ഷെ അതിലൊരു കഥാപാത്രങ്ങൾ എല്ലാവരും അതിന്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. നമുക്ക് ആ ഒരു ഇമ്പാക്റ്റിൽ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ ഇനി ചേച്ചിയുടെ വിഷു വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം നാളെ വിഷു ആണ്. അപ്പൊ അതിന്റെ ഒരുക്കങ്ങളൊക്കെ എന്തായി? ഇവിടെ നാട്ടിലുണ്ടോ അതോ ചെന്നൈയിലാണോ? ഇപ്പൊ ചെന്നൈയിലാണ് ഉള്ളത് ഞങ്ങള്. അപ്പൊ 14th നാളെ വിഷുവിന് നാട്ടിലേക്ക് പോകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു.
നടക്കുമോന്ന് അറിയില്ല. അത് കാരണം അധിക വർഷവും കണിവെക്കലൊക്കെ ഇവിടെ തന്നെ ചെന്നൈയിലെ വീട്ടിൽ തന്നെ ആയിരിക്കും തോന്നുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. സാധാരണ എന്തെങ്കിലും വിഷു ഓർമ്മകൾ നാട്ടിൽ എന്തെങ്കിലും ഓർമ്മയുണ്ടോ ചേച്ചി? മിക്കവാറും ഈ വിഷു ഒക്കെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലോ മറ്റോ ഒക്കെ ആയിരിക്കും അല്ലേ? അതെ, നാട്ടിലെ ഓർമ്മകളൊന്നും വലുതായിട്ടില്ല. കാരണം ഞങ്ങൾ എപ്പോഴും 72 തൊട്ട് ഇവിടെ ചെന്നൈ തന്നെയാണല്ലോ. അപ്പൊ എല്ലാ വർഷവും ചെന്നൈ തന്നെ ആയിരുന്നു കണി വെച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഓർമ്മകൾ എന്ന് പറയുന്നത് ചെന്നൈയില് രവിയേട്ടനും കൂടെയുള്ള ഒരു വിഷുവാണ് ഞങ്ങൾക്ക് എപ്പോഴും ഓർമ്മയിലുള്ളത്. ഏറ്റവും സന്തോഷകരമായ സംഭവം അതായിരുന്നു. ഇനിയിപ്പൊ ഈ വിഷുവിന് മോളെ ആലോചിച്ചിട്ട് മോക്ക് വേണ്ടി നമ്മൾ ആഘോഷിക്കും. അതെ അതെ. വീട്ടിലപ്പം മോളോടൊക്കെ അന്വേഷണം പറയുക. ഇനിയിപ്പം ചേച്ചിയുടെ പുതിയ സിനിമകൾ ഏതൊക്കെയാണ്? പുതിയത് അഭിനയത്തിൻ്റെത് തമിഴ് ഇനി റിലീസ് ആവാനുള്ളത് കാതലേ കാതലേ പറഞ്ഞ ഭാരതിരാജ സാറിനോട് അഭിനയിച്ചത്. പിന്നെ ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞിട്ടൊരു പടം കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ശശികുമാർ സാറും സിമ്രനുമാണ്. അത് നല്ലൊരു കുഞ്ഞു റോളാണെങ്കിലും നല്ല റോളാണ്. പിന്നെ ബൈബിൾ ലെഗസി എന്ന് മണിറാം എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ഡയറക്ടർ ചെയ്തതാണ്. അതിലൊരു നണ്ണിന്റെ ക്യാരക്ടറാണ്. അതും എല്ലാം ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സംഭവം. പിന്നെ ബൈബിൾ ലെഗസി, ബുള്ളറ്റ് എന്ന് പറഞ്ഞൊരു തമിഴ് പടം, അത് നമ്മുടെ ലോറൻസ് സാർ അഭിനയിച്ച പടമാണ്. അതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പടങ്ങളുണ്ട്. എനിക്ക് ഇപ്പം ചേച്ചി മുമ്പേ പറഞ്ഞ അഭിനയം ഇപ്പൊ ഒരു കംഫർട്ട് ആയതുകൊണ്ട് തന്നെ അഭിനയത്തിലേക്ക് ഇനി കുറെ കഥാപാത്രങ്ങളിലൂടെ ഇനി കാണാനായിട്ട് സാധിക്കും. മലയാളത്തിലേക്ക് വരണമെങ്കിൽ മലയാളത്തിൽ ഏതെങ്കിലും പുതിയ പടങ്ങള്? ഇല്ല, മലയാളത്തിൽ ആരും വിളിച്ചിട്ടില്ല. ഓക്കെ, വരട്ടെ. ഇനിയിപ്പം മേ ബി നെക്സ്റ്റ് ഇയർ ആയിരിക്കും അല്ലേ? എന്തെങ്കിലും വരുന്നതായിരിക്കും. ഞങ്ങൾ കുക്കറമ്മേനെ ഒന്നും മറന്നിട്ടില്ല, ഭരതനാട്യത്തിലെ അമ്മേനെ ഞങ്ങൾ മറന്നിട്ടില്ല, 2 ഇരട്ടകളുടെ അമ്മ അല്ലേ? അതെ അതെ അതെ. ഓക്കെ ഓക്കെ ചേച്ചി. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ചേച്ചിയോട് സംസാരിക്കാനായിട്ട് സാധിച്ചതിൽ. എനിക്ക് ഒരുപാട് സന്തോഷം. ജോന്റെ വർത്താനം കേട്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. താങ്ക് യു ചേച്ചി. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എന്റെ നന്ദിയും സ്നേഹവും ഓണല്ല വിഷു ആശംസകളും. തെറ്റിപ്പോയി, ഇച്ചിരി മറവിയൊക്കെ അധികം കേട്ടാ, ഒന്നും വിചാരിക്കണ്ട. വിഷു ആശംസകൾ അറിയിക്കുന്ന എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മകൾ ഉണ്ടാവട്ടെ. സോ വിഷ് യു ഓൾ എ വെരി വെരി ഹാപ്പി വിഷു. താങ്ക് യു സോ മച്ച് ജോ. 89.6 സർഗക്ഷേത്ര.